ശ്രീമദ് ഭാഗവതം നമ്മൾ 34ാമത്തെ ക്ലാസ്സായിട്ട് സ്കന്ധ 3 5ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. മൈത്രേയൻ്റെ സൃഷ്ടിക്രമ വർണ്ണന. നമ്മളിവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. ഇതിനു മുമ്പിൽ സൃഷ്ടിയുടെ ക്രമം തന്നെയാണ് വിവരിച്ചത്. അതിൻ്റെ അടക്കം മുഷി വരുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് വിതുരർ വേറെ വല്ല കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നത്. എന്നിട്ട് അത് കുറച്ച് പറഞ്ഞിട്ട് പിന്നെ നേരെ ആദ്യ സൃഷ്ടിക്രമത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പം ഈ വിഷയം എന്ന് പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള തന്നെയാണ്. അല്ലാതെ മറ്റുള്ള കഥയെല്ലാം പറയുമ്പോൾ വളരെ രസമായിട്ട് തോന്നും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു കഷായം കുടിപ്പിക്കൽ തന്നെയാണ്. വേദങ്ങൾ എന്ന ശാസ്ത്ര തത്വത്തിലെ പ്രധാനപ്പെട്ട സൃഷ്ടിക്രമങ്ങളെല്ലാം ഇടയ്ക്ക് പഞ്ചസാരയും കൊടുത്തിട്ട് കഷായം കുടിപ്പിക്കുന്ന വരി കുടിപ്പിക്കുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അതേ സൃഷ്ടിക്രമം, ഇനി അത് കഴിയുമ്പോൾ അവസാനം വേറെ ഒരു കഥയിലേക്ക് പോകും. ഇങ്ങനെയാണിത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെല്ലാം കളഞ്ഞിട്ട് ആ കൃഷ്ണൻ്റെ കഥ മാത്രം എടുത്തിട്ട് പോകും. ഇതാണ്. എന്നിട്ട് അതിനെ ഒരു കൃഷ്ണന്റെ കഥയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലക്ഷ്യതൊന്നുമല്ല, പ്രപഞ്ച രഹസ്യം മുഴുവൻ ഇങ്ങനെ കുറച്ചായിട്ട് നമ്മളിലേക്ക് കടത്തി വിടുകയാണ്. അപ്പം ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, വിതുരൻ ഗംഗാനദിയുടെ തീരത്തെ ഹരിദ്വാരത്തിൽ താമസിക്കുന്ന മൈത്രേയനെ സമീപിച്ച് ചോദിച്ചു. ഇതിൽ 2 പറയാണ്, ജനങ്ങൾ സുഖത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നുവെങ്കിലും ജനങ്ങളെല്ലാം സുഖം നേടാൻ വേണ്ടിയിട്ട് കണ്ടമാനം കർമ്മം ചെയ്യുന്നുണ്ട്. പാടുപെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയല്ല, രാത്രിയെല്ലാം പോയിട്ട് കർമ്മം ചെയ്യുകയാണ്. എന്നിട്ട് സുഖമോ ശാന്തിയോ ലഭിക്കുന്നില്ല. കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. കാരണം ആ പ്രപഞ്ച തത്വം മനസ്സിലാക്കണം. നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യിക്കാനാണ്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരു ആഗ്രഹം ഇട്ടുകയും ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകും. ആ ആഗ്രഹം സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും ആ കർമ്മം തീരുമ്പോൾ വേറൊരു ആഗ്രഹം ഇട്ടുകയും പിന്നെ അത് വിട്ടിട്ട് നമ്മൾ പോകും. ചിലപ്പോൾ അത് പൂർത്തിയാക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ പാതി വഴിക്ക് ചിലവർ കുറച്ച് എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ട് പിന്നെ വേറൊന്നിലേക്ക് പോകും. അപ്പോൾ അവൻ അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അതവിടെ വെച്ചാൽ മതി, ബാക്കി വേറെ ആൾ ചെയ്തോളൂ. പിന്നെ അവനിൽ വേറൊരു ആഗ്രഹത്തിൻ്റെ അവൻ അങ്ങോട്ടേക്ക് പോകും. ഇങ്ങനെ മരിക്കുന്നവരെ ആഗ്രഹം ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എപ്പോഴാണ് തൃപ്തി കിട്ടാൻ പോകുന്നത്? ഒരിക്കലും തൃപ്തി കിട്ടാൻ പോകുന്നില്ല. ഈ ലോകത്തിൽ ഒരാൾക്കും തൃപ്തി കിട്ടാൻ പോകുന്നില്ല. ഒരു നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം വേറെ അതെല്ലാം വിട്ട് വേറെ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടി. എന്നിട്ട് ദുഃഖം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതാണ് വേദം പറയുന്ന തത്വം. നിങ്ങൾക്ക് സുഖം കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും. ഇതെല്ലാം പക്ഷെ ഞാനെന്ന് ചിന്തിക്കുമ്പോൾ ഞാനെന്താ ചിന്തിക്കുന്നതെന്ന് അറിയാം, എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റുള്ളവരെല്ലാം നല്ല സൂചിച്ച് കിടക്കുകയാണെന്ന്. ഇതാണ് നമ്മൾ മായയിൽ അകപ്പെട്ടു എന്ന് പറയുന്നത്. നമുക്ക് സത്യമൊന്നും അറിയില്ല. ആകയാൽ ഭഗവാൻ നമുക്ക് യോജിച്ചത് പറഞ്ഞു തരിക. അപ്പം പറയണം, നമുക്ക് പറ്റിയെന്ന് അങ്ങ് പറഞ്ഞു തരണം. എന്നിട്ട് 3 എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പൂർവകർമ്മ പരിണാമം കൊണ്ട്, പൂർവകർമ്മ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പണ്ടെന്തെങ്കിലും ചെയ്ത കർമ്മം എടുത്തിട്ട് ചെയ്യുക, അതിൻ്റെ പൂർത്തീകരണത്തിനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കർമ്മത്തിന് നമ്മൾ കുറച്ച് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, അത് നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ മരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ലോകം പുരോഗമിച്ചിട്ടുണ്ട്. ലോകം പുരോഗമിക്കുന്ന ഒരു കർമ്മത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. പിന്നെ അടുത്ത ജന്മത്തിൽ വന്നിട്ട് അപ്പോഴെന്താണോ ഇനി പുരോഗമിക്കാനുള്ള കർമ്മം അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലോകം ഒരു ക്രമത്തിൽ പോകുന്ന ഒരു കർമ്മത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൻ്റെ എന്തോ ചെയ്തതിൻ്റെ പാവം എന്ന അർത്ഥമല്ല. കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ നമ്മൾ റോഡ് വെട്ടിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നത്. ഈ ജന്മത്തിൽ ആ റോഡ് വെട്ടിയതിൻ്റെ ബാക്കി വെട്ടാനല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അവിടെ റോഡെല്ലാം വെട്ടിയിട്ട് നമ്മൾ അടുത്ത് ജനിക്കുമ്പോഴേക്ക് അവിടെ റോഡ് വന്ന് നല്ല ഫ്ലൈയോ മറ്റേ മുകളിലോട്ടെല്ലാം ട്രെയിനെല്ലാം പോകുന്ന അവസ്ഥയിലായിരിക്കും അടുത്ത ജന്മം ഉണ്ടാവുക. അപ്പം നമുക്ക് അന്നേരമുള്ള ജോലി എന്ന് പറയുന്നത് ആ പുരോഗമിച്ച ലോകത്തിൽ വേറെ ഇനി എന്താണോ കർമ്മം ചെയ്യാനുള്ളത് അത് ഏതെങ്കിലും ഒരു ജോലിയായിരിക്കും നമ്മൾ ചെയ്യുക. അല്ലാതെ കഴിഞ്ഞ പകുതി റോഡ് പകുതിയാക്കി വെച്ചതിൻ്റെ ബാക്കി ചെയ്യാനൊന്നുമല്ല അടുത്തതിൽ ജനിക്കുന്നതും എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആവശ്യമുള്ളവരെ ജനിപ്പിക്കുകയുള്ളൂ. പക്ഷേ ലോകം പുരോഗമിക്കുന്ന പ്രവൃത്തിയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് പൂർവ കർമ്മ പരിണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകം പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് കർമ്മങ്ങൾ ചെയ്തു. ഈ കാലഘട്ടം ആകുമ്പോഴേക്ക് കുറേ പുരോഗതി നേടിയിട്ടുണ്ടാവും. പിന്നെ അതിലും നമ്മളും പങ്കെടുത്തിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത്. തുടർച്ചയായിട്ടുള്ള കർമ്മത്തിൽ ഏർപ്പെടുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ചെയ്യുന്നു എന്നുള്ള നിലയിലൊന്നും എടുക്കരുത്. അതിൻ്റെ പാപവും പുണ്യമൊന്നും ഇതിൽ പാപവും ഇല്ല പുണ്യവും ഇല്ല. നമ്മൾ ഓരോ കർമ്മം ചെയ്യാൻ ജനിക്കുന്നു, അത് ചെയ്തു കൊടുക്കുന്നു. പിന്നെ എന്തെന്നാ പുണ്യവും പാപവും വരുന്നു? നമുക്കിതിലൊരു സ്ഥാനവും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം പിന്നെ നമുക്കെന്ത് പാപവും പുണ്യവും ഒന്നും ഇല്ലാന്ന് വേദം തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഞാനെന്ന് ചിന്തിക്കുമ്പോൾ ചെയ്യുന്നത് ശരിയില്ലല്ലോ എന്നെല്ലാം നമുക്ക് തോന്നിയിട്ട് ഉള്ളിലൊരു തോന്നലുണ്ടാകുന്നതാണ്. അത് അജ്ഞതയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തു പോകുന്നത്. അതിന് ദ്വയമായത് കൊണ്ട് ചിലത് മോശമായിട്ടും ചിലത് നല്ലതായിട്ടുള്ളത് നമുക്ക് തോന്നും. പക്ഷെ പ്രകൃതിക്കതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ദുഃഖം മൂത്ത് കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണനെ പിന്തുടരുന്ന ഇത്തരം ജനങ്ങൾ, മൂർത്തികൾ, അതായത് മൈത്രേയനെ പോലെയുള്ള ജനങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. എന്തിന്? അങ്ങനെ കഷ്ടപ്പെട്ട് ദുഃഖത്തിൽ അലഞ്ഞ് എന്ത് ചെയ്യണമെന്നോ അറിയാതെ കൃഷ്ണനിൽ നിന്നും അകന്നിട്ട്, അതായത് കൃഷ്ണനിൽ നിന്ന് അറിയുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന തത്വത്തിൽ നിന്നും മനസ്സിലാക്കി ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള നിലയിൽ ചെയ്യുന്ന ജനങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന, അങ്ങനെ ദുഃഖത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കൃഷ്ണൻ്റെ ആ തത്വം മനസ്സിലാക്കിയ കുറേ മൂർത്തികൾ, അതാണ് ആര്? ഈ മൈത്രേയനല്ല. അങ്ങനെയുള്ള ആള് ലോകത്തിൽ സഞ്ചരിക്കുകയാണ്. ഇനി 4. അതുകൊണ്ട് എന്ത് പറയുന്നു 4? അതിനാൽ ഏതൊരു വഴിയിലൂടെ നമുക്ക് ഭഗവാന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൊണ്ട്, ഭഗവാന്റെ ഹൃദയത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആണ്, ആ ശക്തി വിശേഷമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർമ്മത്തിൽ ആ ഒരു താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന തരത്തിൽ, അങ്ങനെയാണ് ആ ഭഗവാന്റെ ഹൃദയത്തിൽ നിലയുറപ്പിക്കുവാൻ പറ്റുന്ന ആത്മതത്വത്തെ നമുക്ക് ഉപദേശിച്ചു തന്നാൽ, ഈ തത്വം, അതായത് നമ്മൾ ഞാനെന്ന ചിന്ത, അത് അജ്ഞാനമാണ്. ആ ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ജയിക്കുന്നത്. അതുകൊണ്ട് ആ ശക്തിക്ക് അനുസരിച്ച കർമ്മങ്ങൾ നമ്മൾ നിസ്വാർത്ഥ കർമ്മം ചെയ്തു കൊടുക്കുക എന്ന സത്യം, ആ തത്വമാണ് ഉപദേശിച്ചു തരാൻ പറയുന്നത്. അത് ജനം ഉൾക്കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ലാതെ ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ചിന്ത വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും ഫലം. ഇനി 5-ാമത്തെ, ഇവിടെ 5-ൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ത്രിഗുണാത്മകമായ മായയുടെ നിരന്തരമായ നിയന്താവായ ശ്രീഹരി. അപ്പം ശ്രീഹരി എലിയ പരമാത്മ, ആ ബ്രഹ്മം ത്രിഗുണാത്മകമായ ഒരു ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മായയുടെ സഹായത്താൽ എല്ലാം മായയിൽപ്പെടുത്തിക്കൊണ്ട് ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവതാരത്തിലൂടെ ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം പല കാലഘട്ടങ്ങളിൽ വന്നിട്ട് എന്തെന്ത് കർമ്മങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. അപ്പം അവതാരത്തിലൂടെയാണ് ലോകം, ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കിയിട്ട് 3-ാം ലോകമഹായുദ്ധം നടത്തിയിട്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നത്. അപ്പം ഈ സൃഷ്ടി മുതലുള്ള അവസാനം വരെയുള്ള കാര്യം ആദ്യം പറഞ്ഞു കൊടുക്കാനാണ് ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ല, കൃഷ്ണന്റെ കഥയല്ല. എന്തെല്ലാം അവതാരത്തിലൂടെയാണല്ലോ സൃഷ്ടി നടന്നത്. മനുഷ്യൻ കൂർമ്മം, ഇങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി മുഴുവൻ നടന്നത്. അവസാനത്തെ അവതാരമാകുമ്പോൾ കൽക്കിയാകുമ്പോൾ ലോകം അവസാനിക്കുന്നത്. അതുവരെയുള്ള എന്തെല്ലാം കർമ്മം ചെയ്യാനാണ് ഈ അവതാരത്തിലൂടെ വന്നത് എന്ന്, ഏതേത് കർമ്മം ചെയ്യുന്നു,
അതിന് ആ ക്രിയയാൽ ആ നിഷ്ക്രിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതൊന്നും താല്പര്യമൊന്നുമില്ല. ബ്രഹ്മത്തിന് ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുക, അതിനെ കൊണ്ടെത്താൽ ആ ഒരു ഗുണവുമില്ല. ഇതാർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊരു കർമ്മം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിനൊരു താല്പര്യമില്ലാതെ നിഷ്ക്രിയനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും നിഷ്ക്രിയനാണെങ്കിലും ആ നിഷ്ക്രിയൻ ആദിയിൽ എങ്ങനെ വിശ്വത്തെ സൃഷ്ടിച്ചു, എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നാണ് ചോദിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടിനെ പറ്റി തന്നെയാണ് ആദ്യം കയറി പിടിച്ചിരിക്കുന്നത്. നിലനിർത്തിക്കൊണ്ട് ലോകത്തിന് ഉപജീവനത്തെ ഏതു വിധം ഉണ്ടാക്കി, അതായത് ഇവിടെ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള സിസ്റ്റം എങ്ങനെയാണ് അതുണ്ടാക്കി, എങ്ങനെയാണ് സൃഷ്ടി നടത്തത്, എങ്ങനെയാണ് സംരക്ഷിച്ചുകൊണ്ട് അതിനെ പുരോഗതിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് എന്നീ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഇനി ആക്കുക. അപ്പൊ ഇവിടെ ആദ്യത്തെ എന്താണ് ഉള്ളത് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന മാതിരി പറയുകയാണ്. ശ്രീഹരി സ്വന്തം ഹൃദയാകാശത്തിൽ, ഹൃദയമാകുന്ന ആകാശത്തിൽ, അതാണല്ലോ കേന്ദ്രം. അപ്പൊ ആദ്യം നാരായണൻ ഇങ്ങനെ ശയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഹൃദയാകാശത്തില് വിശ്വത്തെ ഒതുക്കി വെച്ച്, അപ്പൊ ഈ പ്രപഞ്ചമാകുന്ന വിശ്വത്തിൻ്റെ ഒരു ജനിതക ഘടന അതിനുള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഏതുപോലെ എന്നാൽ ഒരു വിത്തില് അതിൻ്റെ ജനിതക ഘടനയുണ്ട്. എങ്ങനെ അതിലെ എല്ലാ സ്വഭാവവും ഉണ്ട്. അതാണ് വളർന്നു വളർന്നതെന്ന് ചെടിയെല്ലായിട്ട് പൂക്കിയെല്ലാം ചെയ്തു. നമ്മളുടെ ഒരു ജനിതക ഘടനയുണ്ട്, ഭ്രൂണവും അണ്ടവും കൂടി ചേർന്നിട്ടുള്ള. എന്നിട്ട് അതിൻ്റെ അകത്ത് എല്ലാ സ്വഭാവ വിശേഷങ്ങളുണ്ട്. അതാണ് പിന്നെ വളർന്ന് 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 വലുതാകുന്നത്. അതുപോലെ ഇതിൻ്റെ ഹൃദയത്തില് ഈ പ്രപഞ്ചം മുഴുവൻ, അതാണ് വിരാട് പുരുഷനായിട്ട് ചിത്രീകരിച്ച ആ വിരാട് പുരുഷന്റെ ഒരു ജനിതക ഘടന ഹൃദയത്തിൽ ഉണ്ട്. അതിനെപ്പറ്റിയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. ശ്രീഹരി സ്വന്തം ഹൃദയാകാശത്തിൽ ഹൃദയാകാശത്തിൽ വിശ്വത്തെ ഒളിപ്പിച്ചു വെച്ച് യോഗമായാൽ, ഒരു മായാൽ അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ശയിക്കുന്നത് എങ്ങനെ, പിന്നെ അതിൽ നിന്നും ബ്രഹ്മാദികളെ എങ്ങനെയാണ് ഉത്ഭവിച്ചത്. ആദ്യം ശയിക്കുകയായിരുന്നു, പിന്നെ അതിൽ നിന്നാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 ബലങ്ങൾ പുറത്തേക്ക് വരുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത്തരത്തിലുള്ള 3 ബലങ്ങളിലൂടെയാണ് പിന്നെ ഇതിനെയെല്ലാം. ഒരു വിത്ത് തന്നെ ആദ്യം എന്താണ് വരുന്നത്? ഒരു ബലമാണ്. ആ ബലം ഉപയോഗിച്ചിട്ടാണ് പൊട്ടുന്നത്. ഒരു മുട്ട കണ്ടിട്ടില്ലേ? ബലം ഉപയോഗിച്ചിട്ട് പൊട്ടും. അപ്പോൾ ഒരു ബലം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ അകത്തുള്ള ജനിതഘടനയെല്ലാം വികസിപ്പിച്ച് പുതിയ ഒന്നായിട്ട് മാറ്റുന്നത്. ഇനി 7-മത്തത്. 7-ൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മത്സ്യാവതാരാദികളാൽ. അപ്പം മത്സ്യം തൊട്ട് കൂട്ടുവാന്ന് പറയുന്നത് മത്സ്യാവതാരം തൊട്ടിട്ട്. അവിടെ നിന്നാണ് വേദങ്ങളാണ്, മത്സ്യാവതാരം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഉത്ഭവിച്ചത്. ഇവിടെയല്ല, നമ്മൾ 10 അവതാരങ്ങളിൽ മത്സ്യം വേദങ്ങളെ എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സൃഷ്ടി ഉണ്ടായത്. ത്രിമൂർത്തികൾ വന്നു. ഇത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ബ്രഹ്മാവ് സൃഷ്ടിക്കേണ്ടത്. അപ്പം മത്സ്യാവതാരങ്ങളിലും അത്തരമുള്ള എല്ലാ അവതാരങ്ങളിലും വിവരിച്ചുകൊണ്ട് ബ്രാഹ്മണർ, ഗോക്കർ, ദേവന്മാർ എന്നിവരുടെ ക്ഷേമത്തിനായി കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിച്ചു. അദ്ദേഹം ഈ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാവരുടെയും എല്ലാ ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അതിനെയെല്ലാം അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം എങ്ങനെയാണ് അനുഷ്ഠിച്ചത്. ശ്രീഹരിയുടെ അമൃത സമാനമായ ആ കഥാചരിത്രത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക്, അപ്പം ആ കഥകള്, അപ്പം സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കഥകൾ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്താലും തീരില്ല. കാരണം അത്രയും പ്രപഞ്ച രഹസ്യം മുഴുവൻ അടങ്ങിയ സയൻസാണ് കഥരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരാൾക്ക് എല്ലാ വിഷയങ്ങളും പഠിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ.
ഒരുപാട് ചിലപ്പോൾ കെമിസ്ട്രി പഠിച്ചിട്ട് അങ്ങ് പോകും, ചിലവർ ഫിസിക്സ് പഠിച്ചിട്ട് പോകും, ചിലപ്പോൾ ഏതെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പോകും, ചിലവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ പഠിച്ചിട്ട് പോകും. അല്ലാതെ എല്ലാ വിഷയവും കയറിയിട്ട് പഠിക്കാൻ പറ്റും. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സയൻസ് തത്വങ്ങളാണ്. അതെല്ലാം കഥകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കഥകളെല്ലാം എപ്പോഴെങ്കിലും താല്പര്യമുള്ളവന് പറഞ്ഞു തീരുമോയെന്ന് കേട്ട് തീരുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ട് തീരൂല. അതുകൊണ്ട് എന്ത് പറയുന്നു, ആ ചരിത്രം കേട്ടുകൊണ്ടിരിക്കുന്നാൽ ഒരിക്കലും മനസ്സിൽ തൃപ്തിയാകില്ല. കാരണം കൂടുതൽ കൂടുതൽ അറിയണം, ശാസ്ത്രജ്ഞാനം കൂടുതൽ നേടാനുള്ള താല്പര്യം ജനിച്ചുകൊണ്ടേ ഇരിക്കും. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ് 8 ലോകനാഥന്മാരുടെ അധിപനായ ഭഗവാൻ. അപ്പൊ എല്ലാത്തിൻ്റെ അധിപനായ ഭഗവാൻ കുറേ അധിപന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് കുറേ ലോകനാഥന്മാർ, ഇപ്പം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്നീ ബലങ്ങളായി തിരിഞ്ഞുകൊണ്ട് ലോകത്തിന് അകത്തും പുറത്തു ലോകത്തിനകത്തും പുറത്തുള്ള സ്ഥലത്തും, അതായത് സർവത്ര വിഭിന്ന രീതികളിൽ സൃഷ്ടിച്ചിട്ട്, ഒരുമാതിരി ഒന്നല്ല സൃഷ്ടിച്ചിരിക്കുന്ന, പലതരത്തിലാണ്, പല സാധനങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളാണ് സൃഷ്ടിച്ചിട്ട് അവയിലെല്ലാം വ്യത്യസ്തമായി സ്ഥിതി ചെയ്തുകൊണ്ട്, ആ ശക്തി തന്നെയാണ് എല്ലാ പ്രപഞ്ചത്തിലെ പലതായിട്ട് മാറിയത്, പ്രമോദായിട്ട് മാറിയത്, വേറൊന്നായിട്ട് മാറിയത്. എന്നിട്ട് അതിൽ ഇരുന്നു കൊണ്ട്, ഈ വ്യത്യസ്തമായതിൽ ഇരുന്നു കൊണ്ട്, അപ്പൊ എന്നിലും ഇരിക്കുന്നുണ്ട്, എന്നിട്ടോ സ്ഥിതി ചെയ്തുകൊണ്ട് അവയുടേതായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രതിഭാസിക്കുന്നത് ഇങ്ങനെ. അപ്പൊ എന്നിലൂടെ വന്നിട്ട് എന്താണ് പറയുന്നത്? വേദം മുഴുവൻ സയൻസാണ്, അത് മുഴുവൻ ശാസ്ത്രമാണ്, അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ വേറൊരാളെ അകത്തിരുന്നു കൊണ്ട് ഈ വേദത്തിന് അർത്ഥങ്ങളൊന്നുമില്ല, ഈ വരികൾക്ക് അർത്ഥമൊന്നുമില്ല, ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുണ്ടലിനിലോട്ട് ഇങ്ങനെ ഉയരും, എന്തെല്ലാം ഉണ്ടാവുന്നല്ല അവിടെ വെച്ചും പറയുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ അവരുടേതായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രതിഭാസിക്കുന്നത് എങ്ങനെ? എല്ലാം വ്യത്യസ്തമായ വസ്തുക്കൾ അതാണ് ആയത്. അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് അവരുടെ സ്വഭാവത്തിനനുസരിച്ച് എങ്ങനെയാണ് പ്രതിഭാസിക്കുന്നത്. അതായത് പ്രമോദിൽ ഇരുന്നിട്ട് പറയുന്ന മാതിരിയായിരിക്കില്ല വേറൊരുത്തിയിൽ ഇരുന്ന് പറയുക. യുക്തിവാദീൻ്റെ അടുത്ത് പോയാലോ എല്ലാം മണ്ടത്തരമാണ്, ഇവന്മാർ പറയുന്ന മുഴുവൻ മണ്ടത്തരാണ്, ശുദ്ധ ഭോഷ്കാണ് എന്നല്ല, അവിടെ ഇരുന്നിട്ട് അവരെ കൊണ്ടും പറയും. ഇതെല്ലാം ചെയ്യുന്ന ആരും തന്നെ ഇതെങ്ങനെയാ സാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇനി 9 ഇത് തന്നെയാണ് പറയുന്നത്. ലോക സൃഷ്ടാവായ ശക്തി തനിക്ക് തന്നെ കാരണഭൂതനായ, എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിന് കാരണം ആര് തന്നെയാണ്? താൻ തന്നെയാണ്. അദ്ദേഹത്തിന് തന്നെ തോന്നി ഒരു പ്രപഞ്ചം സൃഷ്ടിക്കണമെന്ന്. അപ്പൊ അതിന്റെ കാരണഭൂതനും ആര് തന്നെയാണ്? അങ്ങേര് തന്നെയാണ്. അപ്പൊ ലോക സൃഷ്ടാവാണ്, ആ സൃഷ്ടിക്കാനുള്ള കാരണവും അങ്ങേര് തന്നെയാണ്. ഇരിക്കുന്ന നാരായണൻ സ്വസൃഷ്ടികളുടെ അന്ധകരണത്തിനകത്ത് അങ്ങനെ പല വസ്തുക്കളായിട്ട് മാറിയതിൻ്റെ ശേഷം അതിൻ്റെ അന്ധകരണത്തിൽ എങ്ങനെയായിരിക്കുന്നത്? കർമ്മം. ഇപ്പം പല ജീവികളിലും പല കർമ്മമായിട്ടിരിക്കുന്നു. ആകൃതി എന്നിൽ ആകൃതിമാരിയല്ല, അവിടെ പറ്റിയിലും പൂച്ചയിലും എല്ലാം അത് തന്നെയാണ് ഇരിക്കുന്നത്. ആകൃതിയിൽ വ്യത്യാസം, പേരും വ്യത്യാസമാണ്. ഒന്ന് ചക്കയാണെങ്കിൽ മറ്റേന്ന് മാങ്ങയാണ്. അതിൻ്റെ അതെല്ലാം കയറിയിരിക്കുന്നത് ഒരേ സാധനം തന്നെയാണ്, ഈ ബ്രഹ്മം തന്നെയാണ്. എന്നിവ ഏത് പ്രകാരത്തിൽ ഭേദഭാവനയെ വിധാനം ചെയ്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്നത്? ഇതെല്ലാം അറിയേണ്ടത്. ഇനി 10 എന്നിട്ട് 10 പറയുകയാണ്, ഉത്കൃഷ്ടരുടെയും അപകൃഷ്ടരുടെയും, അതായത് ഏത് പലതരത്തിലുള്ള ആൾക്കാരുടെ, നല്ല ആൾക്കാര്, മോശം ആൾക്കാര്, എല്ലാവരുടെയും ധർമ്മങ്ങൾ, അവരെല്ലാം അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങൾ. ഇപ്പം പുരാണങ്ങളിൽ, ഇപ്പം മഹാഭാരതത്തിൽ ദുര്യോധനാദികളുടെ എല്ലാം സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്, ധർമ്മപുത്രരുടെ എല്ലാം സ്വഭാവങ്ങൾ കണ്ടിട്ടുണ്ട്, പാണ്ഡവരുടെ കണ്ടിട്ടുണ്ട്, ഭീഷ്മരുടേതായ ഒരു പ്രത്യേക സ്വഭാവവിശേഷം എല്ലാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഉത്കൃഷ്ടരെ അല്ലാത്തവരുടെയുമായ ധർമ്മങ്ങൾ വ്യാസരുടെ മുഖത്തു നിന്നും നമ്മൾ പലതും കേട്ടിട്ടുണ്ടെങ്കിലും
അതിലൂടെയുള്ള കൃഷ്ണ കഥകൾ മാത്രം കേട്ടിട്ട് തൃപ്തി വന്നിട്ടില്ല. പക്ഷെ അതെല്ലാം നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഈ കൃഷ്ണ കഥ കേൾക്കുമ്പോൾ, അതായത് ഈ മായയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ അതിൻ്റെ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മമാണ് ഈ ഉള്ളിൽ കിടന്നിട്ട് ഈ കളിക്കുന്ന പരിപാടികളെല്ലാം ഉണ്ടല്ലോ, അത് കേട്ടിട്ട് അത്ര തൃപ്തി വന്നിട്ടില്ല. മറ്റേ എല്ലാം വേദവ്യാസനെല്ലാം പറഞ്ഞിരിക്കുന്ന ആ കഥയെല്ലാം ചരിത്രമാണ്, സയൻസാണ്, അതെല്ലാം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ ഈ സംഗതി എത്ര കേട്ടിട്ടും മതി വരുന്നില്ല. എന്നിട്ട് 11 പറയാണ്, നിങ്ങളുടെ ഇത്തരം സഭകളിലൂടെ കേൾക്കുന്ന കൃഷ്ണകഥകൾ വഴി ആർക്കെങ്കിലും എപ്പെങ്കിലും തൃപ്തി ഉണ്ടാകുമോ? അങ്ങനെ തൃപ്തി ഉണ്ടാകുന്ന അവസ്ഥയിൽ എന്താണ് പറ്റുക? അവ മനുഷ്യരുടെ കർണ ഞരമ്പുകളെ പ്രാപിച്ച് നമ്മുടെ ഞരമ്പുകളിലേക്ക് പിടിക്കും. കർണ ഞരമ്പുകളെ പിടിച്ചിട്ട് അതിലൂടെ കേട്ടിട്ട് അങ്ങ് ഉള്ളിൽ ചെല്ലുമ്പോൾ ഞരമ്പുകളെ പ്രാപിച്ചിട്ട് ഗൃഹസ്ഥാശ്രമിയുടെ ആ ഗൃഹസ്ഥാശ്രമത്തെ, ആ ജീവിതക്രമത്തിൻ്റെ വേററുത്ത് കളയുന്നു. എങ്ങനെ? ആ ഗൃഹാസക്തിയെ വേററുത്ത് കളയുന്നു. ഗൃഹാസക്തി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മൾ കഴിയുന്ന ഒരു വ്യക്തി, ഗൃഹങ്ങളെല്ലായിട്ട് കുടുംബമെല്ലായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയുടെ ആണെങ്കിൽ ആ ഗൃഹാസക്തിയെ അവിടെ വേരുകൾ അറുത്ത് കളയാന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള താല്പര്യം, വീട്, കുടുംബം, ബന്ധുക്കൾ, ഇതെല്ലാം ഉള്ള താല്പര്യത്തെ വെറുത്ത് കളയും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, എന്താ മനസ്സിലാക്കുന്നത്? എല്ലാതും നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നതാണ്. അത് തന്നെയാണ് ഞാൻ, അത് തന്നെയാണ് ഭാര്യ, അത് തന്നെയാണ് മക്കൾ, എല്ലാം കാണുന്നതെല്ലാം ശത്രു അത് തന്നെയാണ്, മിത്രവും അത് തന്നെയാണ്, കല്ലും പട്ടിയും പൂച്ചയും എല്ലാം അത് തന്നെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സത്യം ഉൾക്കൊണ്ടാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു ബന്ധവുമില്ല. എന്ത് ബന്ധം? എല്ലാം അത് തന്നെ പല രൂപത്തിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി മുന്നിൽ വന്നിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നവന് അവൻ്റെ ഗാർഹിക ജീവിതം എല്ലാം അതോടുകൂടി അവസാനിക്കും. പക്ഷെ മറ്റേതല്ല, മറ്റേതെല്ലാം ചരിത്രമാണ്. ഇനി 12 എന്നിട്ട് 12 പറയുകയാണ്, അങ്ങയുടെ സുഹൃത്തായ അങ്ങയുടെ സുഹൃത്തായ വേദവ്യാസൻ ഭഗവത് ഗുണങ്ങൾ ഭജിക്കുവാനുള്ള ആഗ്രഹത്താല് മഹാഭാരതം എന്ന ഇതിഹാസം രചിച്ചു. അപ്പം മഹാഭാരതം എന്ന ഇതിഹാസം എന്ന് പറയുന്നത് പ്രപഞ്ച രഹസ്യമെല്ലാം അടങ്ങിയ ഭൗതിക കാര്യങ്ങളാണ് ഭൂരിപക്ഷവും ഉള്ളത്. എങ്കിലും ആ തുച്ഛമായ കഥകളിലൂടെ അതിനെ കൃഷ്ണകഥയിൽ കൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഭാഗവതത്തിലെ പ്രപഞ്ച രഹസ്യം മുഴുവനാണ് പറയുന്നതെങ്കിലും അതിനെ ഇടക്കിടക്ക് കൊണ്ടുപോയിട്ട് കൃഷ്ണനിലേല് രാധേ രാധയിൽ കൊണ്ടുപോയി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടി വിവരിക്കും, അതങ്ങ് തലയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്റ്റേജ് വരുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് മാറിയിട്ട് കൃഷ്ണൻ്റെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ മനസ്സിനെ ഒന്ന് പക്വത വരുത്തും. കാരണം ഈ പ്രപഞ്ച സൃഷ്ടി വിവരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കുറേ പാടാണ്. അപ്പോൾ അത് തന്നെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഭാഗവതം പിന്നെ ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല, അദ്ദേഹത്തിനെല്ലാം. അപ്പം ഇടക്ക് കുറച്ചെല്ലാം പറയും, എന്നിട്ട് പറഞ്ഞതിൻ്റെ ഇടക്ക് കയറിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്രമം എല്ലാം പറയും. അതെന്നിട്ട് ബോറാകാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ആദ്യം കൊണ്ടുപോയിട്ട് കൃഷ്ണൻ്റെ രാധേ രാധേ എന്നും പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോയെല്ലാം ചേർക്കും. പക്ഷെ ഇവിടെ രാധേ എന്നും പറഞ്ഞൊന്നും പോയിട്ടില്ല. ഇവിടെയും ഈ കൃഷ്ണനെയും ബ്രഹ്മമായിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അല്ലാതെ നമ്മളെ മറ്റേ ആത്മീയ പ്രഭാഷണങ്ങളൊന്നും കാണുന്ന ആ കൃഷ്ണനിലേക്കൊന്നും ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല. ഇനി 13 അങ്ങനെ അത് കൃഷ്ണനിലേക്ക് പോകുമ്പോഴും അത് ലക്ഷ്യമിടുന്ന എവിടത്തേക്കാണ്? അത് ശ്രദ്ധാലുവായ മനുഷ്യര് ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ,
അല്ലാതെ രാധേ മറ്റേ കൃഷ്ണ ഓടക്കുഴലും മറ്റേ രാസലീലകൾ ഇങ്ങനെയെല്ലാം ചിന്തിച്ചു പോകുമ്പോൾ അതങ്ങനെ അങ്ങ് കേട്ടിട്ടങ്ങ് പോകും. ഇലേ കേൾക്കും അതിലേ കേൾക്കും, ഇലേ കേൾക്കും മറ്റേ വിടും. പക്ഷെ ശ്രദ്ധാലുവായിട്ട് വീക്ഷിക്കുന്ന ഒരുവനാണെങ്കിൽ ഈ കൃഷ്ണ കഥ പറയുമ്പോഴും എവിടത്തേക്കാണ് പോകുന്നത്? വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. ഇനി ഈ അല്ലാതെ ഈ ഭാഗവതം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടി വിയിലും എല്ലാം എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. ആരും വിരക്തി വന്നിട്ട് കുടുംബം ഉപേക്ഷിച്ചിട്ടൊന്നും പോകുന്നതൊന്നും കാണുന്നില്ല. കാരണം അവരങ്ങനെ ഒരു രസത്തിന് കേട്ട് പോകുന്നു, ഒരു ചുക്കും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ശ്രദ്ധാലുവായ മനുഷ്യനിൽ അത് വിരക്തി ഉണ്ടാക്കും. ഈ സത്യം ശരിക്ക് ആരെ പറ്റിയാണ് ഇത് പറയുന്നത്? ബ്രഹ്മത്തെ പറ്റിയാണ്. എല്ലാവരും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃഷ്ണനും രാധയും എല്ലാം കൂടിയിട്ടുള്ള പരിപാടികൾ, രാസലീലകൾ ഇതെല്ലാം. പക്ഷേ ശ്രദ്ധാലുവായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് വിരക്തി ഉണ്ടാവുകയും അവർക്ക് അതുവഴി ആത്മസുഖത്തിലൂടെ സർവദുഃഖങ്ങളിൽ നിന്നും അറുതി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്ന കൃഷ്ണൻ എന്താണ്? ആ പരമമായ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം, ജനിക്കാത്ത ബ്രഹ്മം, ഒരു ഗുണവുമില്ലാത്ത ബ്രഹ്മം, ഒന്നിലും തലയിടാതെ ബ്രഹ്മം. പക്ഷേ അതിങ്ങനെ ഒരു ലോകക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അകത്ത് അത് കയറി ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അതിനെ സ്വാധീനിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ പൂജ നടത്തിയൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അത് നമ്മളെ കൊണ്ടുപോകേണ്ട മാതിരി അത് കൊണ്ടുപോയിക്കൊണ്ട്. നമ്മളൊരു വിമാനത്തിൽ കയറിയാൽ പോകുമ്പോൾ ആ ഓടിക്കുന്ന ആൾ പൈലറ്റ് എവിടെയാ കൊണ്ടുപോവുക? കടലിൻ്റെ കൊള്ളൂട്ടിയോ കാട്ടിൻ്റെ മേലൂട്ടിയോ ഏലൂട്ടിയോ കൊണ്ടുപോട്ടെ, നമ്മളത് ശ്രദ്ധിക്കൊന്നുമില്ല. അതുപോലെ നമ്മൾ ഉള്ളിൽ കൊണ്ട് ഇരുന്നു കൊണ്ട് അങ്ങേരെ ഓടിക്കുകയാണ് ആ ശക്തി. അതെവിടെ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് എത്തിക്കും. നമ്മളതിന് നിന്നു കൊടുത്താൽ മാത്രം മതി. ഈ തത്വം മനസ്സിലാക്കണം. അതാണ് സൂക്ഷ്മമായി നിരീക്ഷണം. അങ്ങനെയാകുമ്പോൾ നമുക്കെന്ത് വിലയാണുള്ളത്? എന്ത് ബന്ധങ്ങളാണുള്ളത്? ഒരു ചുക്കുമില്ല. ഇനി 14. എന്നാൽ ഈ ശ്രീകൃഷ്ണ കഥയൊന്നും കേൾക്കാതെ ഇതിലൂടെ മാത്രമേ നമുക്ക് ആ ആ പ്രപഞ്ച രഹസ്യം മനസ്സിലാവുകയുള്ളൂ. ആ കഥ കേൾക്കാത്തവരുടെ കാര്യം പറയുകയാണ്. ശ്രീഹരിയുടെ കഥയിൽ വൈമുഖ്യമുള്ളവരും അജ്ഞരുമായ അജ്ഞരാണ്. മായവരെ കുറിച്ച് ഞാൻ അനുശോചിക്കുന്നു. അവരുടെ കാര്യത്തിൽ സങ്കടം തന്നെയാണ്. അവർക്ക് ഈ കഥയിൽ എന്തോ ഒരു കഥ, കാര്യമില്ലാത്ത കഥ, എന്തോ വള്ളവർ എഴുതി പിടിപ്പിച്ച് എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന യുക്തിവാദികളുണ്ടല്ലോ, അങ്ങനെ പോലെയുള്ളത്. അവരെ ഞാൻ അനുശോചിക്കുന്നു. കാരണം അവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരെ അനുശോചിക്കാനേ പറ്റുള്ളൂ. അവരുടെ ആയുസ്സിനെ എന്താണ് ചെയ്യുന്നത്? കാലം കണ്ണടക്കാതെ നോക്കിക്കൊണ്ട് അതിൻ്റെ ആയുസ്സിനെ ഓരോ ദിവസവും കഴിയുന്തോറും കാലശക്തി അവരെ ക്ഷയിപ്പിച്ചുകൊണ്ട് ആയുസ് ക്ഷയിപ്പിച്ച് ഇല്ലാതാക്കാണ്. അതായത് അവരങ്ങ് ജീവിച്ചു പോകുന്നു. ഈ പ്രപഞ്ച രഹസ്യമൊന്നും മനസ്സിലാക്കാതെ എന്തെല്ലോ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പോയിട്ട് ദുഃഖമായിട്ട് എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും. എന്നിട്ട് അങ്ങനെ ജീവിതം കളയുന്നു. ഇനി 15. എന്നിട്ട് മൈത്രേയനോട് പറയുകയാണ്, അതുകൊണ്ട് മൈത്രേയരെ, ആ ശ്രീഹരിയുടെ കഥയെ പൂക്കളിൽ നിന്നും വണ്ട് തേനെടുക്കുന്നത് പോലെ, ആ സത്തെടുക്കുന്നത് പോലെ ഉദ്ധരിച്ച് ലോക നന്മക്കായിട്ട് ഞങ്ങളോട് പറയുക. എന്നിട്ട് ചിലത് ഇന്നെല്ലാം പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ശ്രീഹരി മനുഷ്യനായി അവതരിച്ചിട്ട് മനുഷ്യർക്ക് അതീതമായ ചില കർമ്മങ്ങളെല്ലാം ചെയ്തതായിട്ടുണ്ട്. അവയെ എനിക്കായിക്കൊണ്ട് കീർത്തിച്ചാലും. ശ്രീഹരി മനുഷ്യരായി ജനിച്ചിട്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതെന്തെല്ലാമാണ് കർമ്മങ്ങൾ എന്ന് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്നാൽ. ഇനി 17. ഇപ്പം 17 ശുഗൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ വിതുരരുടെ ചോദ്യം കേട്ട മൈത്രേയ മുനി മനുഷ്യരുടെ നന്മയെ ലക്ഷ്യമാക്കി പറഞ്ഞു തുടങ്ങി. എന്താണ് പറഞ്ഞതെന്ന് വെച്ചത് 18 പറയുകയാണ്. മൈത്രേയൻ പറയുകയാണ്, എൻ്റെ യശസ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന്
അങ്ങയ്ക്ക് സമുചിതമായ നിലയിൽ ഞാൻ ഉത്തരം നൽകാം. എൻ്റെ യശസ്സിനെ, അതായത് ഇങ്ങനെ പൊക്കിയടിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും നമുക്കെന്തെങ്കിലും ഉത്തരം കിട്ടേണ്ടിക്ക് ആദ്യം അങ്ങേരെ പൊക്കിയടിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ തൃപ്തിയായിട്ട് എല്ലാം പറഞ്ഞു തരികയല്ലേ, എന്തെങ്കിലും പറഞ്ഞ് വിളിക്കളി. അതുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് അങ്ങയ്ക്ക് സമുചിതമായ നിലയിൽ ഞാൻ ഉത്തരം നൽകാം. ഇതിൻ്റെ 19 പറയുന്നു, വ്യാസരുടെ ബീജത്തിൽ നിന്ന് ഉത്ഭവിച്ച അങ്ങയുടെ ചോദ്യത്തിന്, വ്യാസരുടെ ബീജത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് ആര്? വിതുരര്. അപ്പൊ ഇനിയിപ്പോ പഴയ കഥയിലേക്ക് പോകും. ആ വ്യാസരുടെ ബീജത്തിൽ നിന്ന് തന്നെയാണ് വിതുരരുണ്ടായത്. അതുകൊണ്ട് ഈ ചോദിച്ചതിൽ വേറെ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വലിയ മഹാനാണ്, വ്യാസരുടെ പുത്രനാണ്. അതിന് ഈ ഇത്തരം ചോദ്യമല്ലാതെ വേറെന്താ ചോദിക്കുക? കാരണം അങ്ങയിൽ നിയന്താവായ ശ്രീഹരി മറ്റൊന്നിലും ചേർക്കപ്പെടാത്ത ഏകാഗ്രതയോടെ തന്നിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. അതായത് ശ്രീഹരി തന്നെ വേദവ്യാസനിലൂടെ ഇങ്ങേരിലൂടെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എല്ലാം ശ്രീഹരിയായിട്ട് ചേർന്നുകൊണ്ടാണ് ഇവരെല്ലാം പോകുന്നത്. അത്രയും ശ്രീഹരിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളാണ് ഇതെല്ലാം. എന്നിട്ട് 20 അപ്പോൾ ഈ വിതുരരുടെ ജനനത്തെ ഒന്നും കൂടിയും ഒരു വളച്ചു കെട്ടിയിട്ടൊന്ന് പറയുകയാണ്, ആ ഒരു ബന്ധം പറഞ്ഞു വെക്കുകയാണ്. 20 ജനങ്ങളെ നീതിപൂർവം നയിച്ച ധർമ്മരാജൻ മാണ്ഡവമുനിയുടെ ശാപത്താൽ, അങ്ങനെ ഒരു ശാപമെല്ലാം ഉണ്ടായത് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം പറ്റിയത്. എന്നിട്ട് എന്ത് പറ്റി? സത്യവതിയുടെ പുത്രനായ വ്യാസനിൽ നിന്നും തൻ്റെ സഹോദരനായ വിചിത്ര വീര്യന്റെ ഭാര്യയിലെ ദാസിയിൽ ജനിക്കുവാൻ ഇടയായി. അപ്പൊ അതുവരെയുള്ള ചരിത്രം മുഴുവൻ ചുരുക്കി ഒന്ന് പറഞ്ഞു. അതെല്ലാം മറ്റേ കഥകളിൽ, മഹാഭാരത കഥയിലെല്ലാം ഉണ്ട്. എന്നിട്ട് 21 പറയണം, അങ്ങനെ ജനിച്ചവനാണ് ഈ ആര്? വിതുരര്. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ യാത്രയാകുമ്പോൾ, ശ്രീകൃഷ്ണ ഭഗവാൻ വിട്ടുപോകുമ്പോൾ അടുത്താരുണ്ടായിരുന്നു? ഇങ്ങേരുണ്ടായിരുന്നു. യാതൊരാൾക്ക് ജ്ഞാനോപദേശം നൽകുവാൻ എന്നോട് ആജ്ഞാപിച്ചുവോ? അപ്പം അടുത്തിരുന്ന മൈത്രേയനോട് എന്ത് പറഞ്ഞു? അങ്ങനെ ഒരു വിതുരരുണ്ട്, അങ്ങേർക്ക് ഇതെല്ലാം ഒന്ന് കൊടുത്തേക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് എന്നോട് ആജ്ഞാപിച്ചത് കൊണ്ടാണ് അങ്ങേക്ക് ഞാനത് നൽകുന്നു. അപ്പൊ ഇങ്ങർക്ക് പറഞ്ഞു കൊടുക്കാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങർക്കൊന്ന് ഈ തത്വം, പ്രപഞ്ച സൃഷ്ടി രഹസ്യം മുഴുവൻ പറഞ്ഞു കൊടുക്കണമെന്ന്. അതുകൊണ്ട് 22 പറയുകയാണ്, ഇനി അങ്ങേക്ക്, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് യോഗമായാൽ വളർത്തിയെടുക്കപ്പെട്ട ലോകത്തിൻ്റെ നിലനിൽപ്പ്, ഉൽപ്പത്തി, ലയങ്ങൾ, മായയാൽ ഉണ്ടാക്കിയെടുത്ത ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തി, ലയം എന്നീ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃഷ്ണലീലകളായിട്ട് ക്രമത്തിൽ ഓരോന്നായി ഞാൻ വിവരിച്ചു തരാം. അപ്പം ഈ സൃഷ്ടിക്രമമെല്ലാം കൃഷ്ണലീലയായിട്ടുള്ള ആ ക്രമത്തിൽ, കൃഷ്ണന്റെ ഒരു ലീലയായിട്ടാണ് ഇത് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ സൃഷ്ടി, ബ്രഹ്മം തൊട്ട് ലോകാവസാനം വരെയുള്ള സൃഷ്ടിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൃഷ്ണലീലകളാണ്. അതായത് അതിനൊരു രസം തോന്നി ഒരു സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കണം, 4 ഘട്ടങ്ങളിലൂടെ പടിപടിയായിട്ട്. അങ്ങനെ സൃഷ്ടി നടത്തുമ്പോൾ ഇടയ്ക്ക് പ്രമോദിനെ ജനിപ്പിക്കണം, പ്രമോദായിട്ട് ജനിക്കണം. പ്രമോദിന്റെ ഉള്ളിൽ കൂടെ ഇരുന്നു കൊണ്ട് ചിലതെല്ലാം അവിടെ ചെയ്യണം. പ്രമോദം മാത്രം ജനിക്കണ്ട, ഈ കേൾക്കുന്ന എല്ലാവരിലുമായിട്ട് ജനിച്ചിട്ട് അവരിലൂടെ എല്ലാം എന്തെല്ലോ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഒരു സുന്ദരമായ ലോകം, 3-ാം ലോകമായ മഹാഭാരത യുദ്ധം, അല്ലെങ്കിൽ 3-ാം ലോകമായുധത്തിൻ്റെ അവസാനത്തിലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കും. നമ്മളവിടെ എത്താൻ പോവുകയാണ്, അടുത്ത് കാണും ആ ലോകം. പൂർണ്ണമായിട്ടൊന്നും കാണാൻ പറ്റില്ല, കുറേയെല്ലാം കാണാം. കാരണം അത് ദുര്യോധനൻ
തുടക്കടിച്ചിട്ട് കടത്തീരത്തുനിന്ന് മെല്ലനെ ക്രമത്തിൽ പിന്നെ ഒരു യുദ്ധമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നല്ലതാക്കി എടുക്കണ്ടിക്കാൻ നല്ല സ്റ്റേജിൽ തണ്ടി കുറച്ച് കാലം പിടിക്കും. അതുകൊണ്ട് നമുക്ക് മുഴുവൻ കാണാനൊന്നും പറ്റില്ല, ചിലതെല്ലാം കാണാൻ പറ്റുമായിരിക്കും. അപ്പം ആ ലീലകളെല്ലാം ആ ക്രമത്തിൽ ഞാൻ വിവരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി സൃഷ്ടിക്രമം പറയാൻ പോകുന്നത്. സൃഷ്ടിക്രമം പറയാൻ പോകുമ്പോഴേക്ക് നമ്മളൊന്ന് ആലോചിച്ചോളണം, ഏറ്റവും ഉൾക്കൊള്ളേണ്ടിക്ക് നേരത്തെ കുറച്ച് സൃഷ്ടിക്രമം പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത്. കുറച്ച് മാറ്റി പറയുകയാണ്. ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭാഗവതം എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഈ വേണ്ടാതെ എല്ലാം കുറേ പറഞ്ഞു തന്നെ കൊണ്ട് കേൾക്കുന്നുണ്ട്. അല്ല ഇതെല്ലാം പറഞ്ഞങ്ങ് പോയാൽ മതിയായിരുന്നു, പക്ഷെ ഭാഗവതാരും കേൾക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് ആ സൃഷ്ടിക്രമം പറയാൻ പോവുകയാണ്. ഇനി പ്രപഞ്ചത്തിൻ്റെ ആദ്യം എന്താണുള്ളത് എന്ന് പറയുകയാണ്. ആദ്യം ഏതാ ഉള്ളത്? ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രളയം കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം അതിൽ വിജയിച്ചിരിക്കുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ചേന വലുതായി വന്നിട്ട് അവസാനം പട്ടുപോകും. അതിൻ്റെ സത്ത് മുഴുവൻ ഇതിനകത്തുണ്ട്, ആ ചേനേൻ്റെ അകത്തുണ്ട്. പിന്നെയാണ് അത് വിജയിക്കുക. അതുവഴി ആ ജനിതഘടനയിലെ ഇനി വരാൻ പോകുന്ന ചേനയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഒരു മുട്ടയിൽ അതിൻ്റെ ജനിതഘടനയിൽ നിന്നാണ് അത് വികസിച്ച് വരുന്നത്. അണ്ടവും ബീജവും കൂടിയിട്ട് ആ ജനിതക ഘടനയാണ് പിന്നെ വികസിച്ച് വരുന്നത്. അപ്പം ഈ പ്രപഞ്ചം മുഴുവനുള്ള ഒരു സത്ത്, അതിൻ്റെ ഒരു ജനിതക ഘടന, അതിനൊരു പേര് ഇവിടെ പറയാൻ പോവുകയാണ്. അതിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പ് സമസ്ത ജീവന്മാരുടെയും കാരണസ്വരൂപവും ഉടമയും ആയ പരമാത്മാവ് മാത്രമായിരുന്നു. അപ്പോൾ ആദ്യമുള്ളത് പരമാത്മാവാണ്. സമസ്ത ജീവജാലങ്ങളുടെയും സത്തയായ ആ പരമാത്മാവ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സൃഷ്ടി നടത്തുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലാനാണ് ഉണ്ടാക്കുക. ഒരു വീട് നിർമ്മിക്കുമ്പോൾ വീട്ടിൻ്റെ ഒരു പ്ലാനുണ്ട്. അത് കുറേ വരകളെല്ലാം, അതും മനസ്സിലാണ്, നമ്മളെ മനസ്സിലാണ് ഉണ്ടാവുക. പിന്നെ ആ മേസ്ത്രിക്കെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് മനസ്സിന്ന് എടുത്തിട്ട് നമ്മളൊരു പേപ്പറിലാക്കിയിട്ട് വരക്കുന്നത്. പിന്നെ എല്ലാം പ്ലാൻ അനുസരിച്ചേ പോവുകയുള്ളൂ. ഒരു സ്കൂളിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് മാത്രമേ പിന്നെ കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. ഒരു ബഡ്ജറ്റ് ഉണ്ട്, ബഡ്ജറ്റിനനുസരിച്ചേ എല്ലാം നീങ്ങുകയുള്ളൂ. അതുപോലെയുള്ള ഒരു പ്ലാനായിട്ട് പരമാത്മാവിനെ കാണണം. ആ പരമാത്മാവിലുണ്ട് എന്തുണ്ട്? പ്രപഞ്ചം അവസാനം വികസിച്ചിട്ട് 3-ാം ലോക മഹായുദ്ധം, മഹാഭാരത യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു സുന്ദരമായ ലോകം ഉണ്ടാകുന്ന എങ്ങനെയെല്ലാം സ്റ്റേജ് ഒരു വീട്ടിൻ്റെ പ്ലാന് പോലെ ഉള്ളതിനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മതത്വം, അതാണ് ആത്മാവ്, പരമാത്മാവ്. ആ ആത്മതത്വം സ്വന്തം മായയാകുന്ന ഇച്ഛയാൽ, അതിനൊരു മായയോടുകൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ്, സൃഷ്ടി വരുമ്പോൾ ഒരു മായയോടുകൂടിയാണ്. യഥാർത്ഥത്തിൽ മായ എന്ന് പറയാൻ കാരണം അതിൻ്റെ പിന്നിലുള്ള ബ്രഹ്മം നിർഗുണമാണ്. ഇതിലൊന്നും താല്പര്യമില്ല. പക്ഷേ അതേസമയം അത് തന്നെയാണ് ഇതെല്ലാവർക്കും മാറുന്നത്. അപ്പോൾ വൈരുദ്ധ്യമുണ്ട്. പക്ഷെ അതിങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പിന്നെയുള്ളതിനെ മനസ്സിലാക്കുന്നുള്ളൂ. അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മായയാൽ, മായയുടെ ഇച്ഛയാൽ. അപ്പോൾ ഒരു മായയും വരുമ്പോഴാണ് ഒരു ഇച്ഛയുണ്ടായിട്ട് അതിൽ ലയിച്ചിരിക്കുന്നത് ദൃഷ്ടാവ്, ദൃശ്യം എന്നീ നിലയിൽ പ്രകടമായിരുന്നില്ല. അപ്പോൾ അത് ഈ പ്രപഞ്ചമായിട്ടൊന്നും പ്രകടമായിട്ടില്ല. അപ്പോൾ ആദ്യത്തെ നമ്മളെ മനസ്സിലുള്ള ഒരു പ്ലാൻ, നമ്മളെ മനസ്സിലൊരു സാമ്പാർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പടമായിട്ട് വരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ വരച്ചാലും വെക്കണം, കാരണം മേസ്ത്രിക്ക് അത് കൊടുക്കണം. അപ്പം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വരച്ച് ഒന്നും വേണ്ട, നമ്മൾ മനസ്സിൽ ആ ബ്രഹ്മത്തിൻ്റെ ഉള്ളിലൊരു സങ്കല്പത്തിലൊരു പ്ലാനുണ്ട്.
അത് ദൃശ്യരൂപത്തിലേക്കൊന്നും വന്നിട്ടില്ല. അതാണ് ആദ്യത്തെ സ്റ്റേജ്. അതിനാണ് ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. 24 ആ പരമാത്മാവ്, അതിന് നേരത്തെ തന്നെ പറഞ്ഞു, അത് രൂപമൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ആദ്യം ഒരു പ്ലാൻ അങ്ങനെ മനസ്സിൽ വന്നു. അപ്പോൾ ദൃഷ്ടാവായിട്ട് അതിൽ നിന്ന് തന്നെയാണ് ഇനിയെല്ലാം തുടങ്ങേണ്ടത്, ഒരു പ്രേരക ശക്തി വേണ്ടത്. ദൃശ്യത്തെ ദർശിച്ചില്ല, അപ്പോഴും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രേരക ശക്തി വന്നു, ഒരു സൃഷ്ടി നടത്തണമെന്ന്. ആ പ്ലാൻ അനുസരിച്ച്, പ്ലാനിൽ എന്തുണ്ട്? ഒരു പ്രേരക ശക്തി ഉണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിൽ ഒരു സാമ്പാർ ഉണ്ടാക്കണമെന്ന് തോന്നിപ്പോയാൽ പിന്നെ എപ്പോഴും അത് മനസ്സിൽ നിന്ന് നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പോയി ഉണ്ടാക്കുക. നമ്മളെ മനസ്സിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉത്ഭവിക്കും. ഒരു വീട് പ്ലാൻ ഉണ്ടായാൽ പിന്നെ ആ പ്ലാന് ആ വീട് വെക്കുന്ന ആൾക്കാരെല്ലാം എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വീടുണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കുക. ആ പ്രേരക ശക്തി ആ ഏകനായ അത് തന്നെയും ഇല്ലാത്ത പോലെ വിചാരിച്ചു. ആദ്യം അത് അങ്ങനെ ചുമ്മാ നിൽക്കുകയാണ് ചെയ്തത്. ഏതിൻ്റെ ഗുണപ്രകാരം? സത്വഗുണപ്രകാരം. എല്ലാത്തിനും ഇപ്പോഴേതോ അവസ്ഥയിലാണ് ഉള്ളത്, ആ അവസ്ഥയിൽ തുടരാനാണ് താല്പര്യം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. കിടക്കുന്ന ഒരാൾക്ക് കിടക്കാം, മനസ്സ് സാമ്പാർ ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാം, അവിടെ കിടക്കും. എപ്പോഴും ഉണ്ടാക്കേണ്ടിക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കേണ്ട, ഒരു ബലം പ്രയോഗിക്കണം. അപ്പം അതിന് ആദ്യ അവസ്ഥയിൽ അങ്ങനെയായിരുന്നു, അങ്ങനെയങ്ങ് നിന്നു. ഇനി 25 എന്നിട്ട് പറയുകയാണ്, മായ എന്നത് ആ പരമാത്മാവിൻ്റെ കാര്യകാരണ സ്വരൂപത്തോടു കൂടി വർത്തിച്ച് ഇച്ഛാശക്തിയാൽ, ആ മായയെ ചേർന്നിട്ട് ഒരു ഇച്ഛാശക്തി ഉണ്ടാകുന്നു. നമ്മളൊരു ഇച്ഛാശക്തി ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു അതിനങ്ങനെ തന്നെ തുടരാനാണ് താല്പര്യം. പക്ഷെ ഒരു രജോ ഗുണം വരണം, ഒരു ഇച്ഛാശക്തി വരണം, ഒരു പ്രേരണ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, ഒരു പ്രേരക ശക്തി. അതാണ് ഈ ഇച്ഛാശക്തി. ഇച്ഛ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അതിനുണ്ടായപ്പോൾ വിവിധമായി ഭവിക്കുവാൻ കഴിവുള്ള ആത്മാവുമായി ചേർന്ന് ആ പ്ലാനിലാണ് എന്തുള്ളത്, അതെന്തെല്ലാമായിട്ട് മാറണമെന്ന്. ഒരു വീട്ടിൻ്റെ പ്ലാനിലാണ് എന്തുള്ളത്, ആ മേസ്ത്രിക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വീട്ടുടമസ്ഥൻ ഉണ്ടാക്കണം, ആ പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ അതിലൂടെ വീടിൻ്റെ കിടപ്പുമുറി പുറത്തേക്ക് വരും, കക്കൂസ് പുറത്തേക്ക് വരും, അടുക്കള പുറത്തേക്ക് വരും, എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ആ മേസ്ത്രിയിലൂടെ പുറത്തേക്ക് വരും. അതേപോലെ ഇച്ഛാശക്തിയാൽ വിവിധമായി ഭവിക്കുവാൻ, അപ്പം അതിന് തോന്നി പ്രമോദാകണം, മറ്റേതാണ് ഇതാണെന്നെല്ലാം തോന്നിയിട്ട് ഓരോന്നായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഭവിക്കുവാൻ കഴിവുള്ള ആത്മാവുമായി, ഏത്? ഈ പ്ലാനിലാണ് എല്ലാം ഉള്ളത്, ആ പ്ലാൻ അനുസരിച്ച് എല്ലാം ആകണം എന്നുള്ള ആത്മാവുമായി ചേർന്ന് ഈ ദൃശ്യശ്രവണ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ആദ്യം ചുരുക്കി പറയുകയാണ്. ഇനി 26 കാലശക്തിയുടെ പ്രവർത്തനത്താലാകട്ടെ, പിന്നെയാണ് കാലം എന്ന് പറയുന്നത് ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാൻ ചെയ്യുക. ഏത് പ്ലാൻ ആയാലും ഒരു സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിട്ടപ്പെടുത്തുക. നമ്മളൊരു സാമ്പാർ വെക്കുമ്പോഴും ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആദ്യം പാത്രം കഴുകാൻ ഇത്ര സമയം, വെള്ളം വെച്ചാൽ തിളക്കാൻ ഇത്ര സമയം, മറ്റേ പച്ചക്കറികളെല്ലാം മുറിക്കാൻ ഇത്. ഇൻഡസ്ട്രിയൽ എൻജിനീയറിങ്ങിലെല്ലാം ഫാക്ടറിയിൽ ഇങ്ങനെ സമയം, ഓരോന്നിനും ഇത്ര സമയം വെച്ചിട്ടാണ് കണക്കൂട്ടിയിട്ടാണ് പ്രൊഡക്ഷൻ വരിക. നമ്മൾ തന്നെ വീട്ടിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇതിന് ഇത്ര സമയം പിടിക്കുന്ന ഒരു സമയത്തിൻ്റെ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇത്ര ദൂരമുണ്ട്, നടന്നു പോകാൻ, അല്ലെങ്കിൽ ബസ്സിനാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഇതെല്ലാം നോക്കിയിട്ടൊരു സമയം വെച്ചിട്ടേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കാലത്തിനനുസരിച്ചാണ് ഈ സൃഷ്ടിക്രമം ഗ്രാജുവലായിട്ട് പുരോഗമിക്കുന്നത്. അപ്പോൾ ഒരു കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലാൻ ഉള്ളത്. ആ കാലം എന്നത് സൗരയൂഥ സിസ്റ്റമായിട്ട് പിന്നീടാണ് വരുന്നത്. പക്ഷെ സമയം ആദ്യമേ ഉണ്ട്. അതിന് വേറെ ഇത് വേണമെന്നൊന്നുമില്ല, ക്ലോക്ക് വേണമെന്നൊന്നുമില്ല. ഓരോ കർമ്മത്തിനും ഓരോ സമയമുണ്ട്. അപ്പോൾ കാലശക്തിയുടെ പ്രേരണയാലാകട്ടെ
ഗുണസ്വരൂപവും. എന്നിട്ട് മായയുടെ പിൻബലത്താലോടുകൂടിയാണ് പുതിയ ഗുണങ്ങളുള്ള പലതരം വസ്തുക്കളായിട്ട് മാറാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മാറാൻ പോകുന്ന ഈ പരമാത്മാവിൽ നിന്ന് അതിൻ്റെ അധിഷ്ഠാന ദേവനായ പുരുഷൻ പുരുഷൻ എന്ന സ്വരൂപമായ വീര്യത്തെ ആധാനം ചെയ്തു. ആദ്യമുണ്ടാകുന്ന ആ പുരുഷൻ പ്രകൃതി ദ്വയമാകുന്നതിന് മുമ്പിലുള്ള ആ പുരുഷനാണ് ആദ്യമുണ്ടായത്. പുരുഷൻ എന്നത് പ്രേരക ശക്തി. പുരുഷന്റെ പ്രേരണയാലാണ് ഈ പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ചിട്ടുള്ള സൃഷ്ടി നടക്കാൻ പോകുന്നത്. സൃഷ്ടി പ്രകൃതി. അപ്പം പുരുഷൻ ആദ്യം, അതാണ് അതിൻ്റെ ബീജം, വീര്യം. ആ ഒരു ബീജം അതിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു വിത്ത് മുളക്കുമ്പോഴും മുളക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചേന മുളക്കുമ്പോഴും എല്ലായിടത്തും ഒന്നുമല്ല, അതിൻ്റെ ഒരു സ്ഥലമുണ്ട് മുളക്കുന്നത്. അവിടെ നിന്നാണ് ആ പുരുഷൻ്റെ എല്ലാ ഗുണങ്ങളും ആ പുരുഷനിലുണ്ട്. അവിടെ നിന്നാണ് ഇനി ആ ശക്തി പുറത്തേക്ക് വരുന്നത്. അതാണ് തരംഗ രൂപത്തിലാണ് ആദ്യ ആ ശക്തി പുറത്തേക്ക് വരിക. അതാണ് സ്വരൂപമായ വീര്യത്തെ ആധാനം ചെയ്തു പുരുഷനിൽ നിന്നും. പിന്നെ 27, പിന്നെ കാലത്തിൻ്റെ പ്രേരണയാൽ, ഇനി കാലത്തിൻ്റെ പ്രേരണയാൽ അപ്പം ഇതുണ്ടായി കഴിഞ്ഞു, സൃഷ്ടി നടത്താൻ തയ്യാറായി, മുളച്ചു വരാൻ തയ്യാറായി. ഇനി മുളക്കുന്നതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വീട് ഒരു പ്ലാന് വെച്ചു, മേസ്ത്രി വീട് കെട്ടാൻ വേണ്ടി തുടങ്ങുകയാണ്. കെട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ പിന്നെ സയൻസാണ്, സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ കെട്ടാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ മഹാതത്വങ്ങളും ഉണ്ടായി വരണം. അപ്പം പിന്നെ കാലത്തിൻ്റെ പ്രേരണയാൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ തത്വങ്ങൾ, സയൻസ് തത്വങ്ങൾ, മഹത് എന്ന ഭാവമുണ്ടായി, ശാസ്ത്ര തത്വങ്ങൾ ഉണ്ടാകുന്നു. അറിവിൻ്റെ സ്വരൂപമാണത്. അത് ഇരുളിനെ അകറ്റുന്നു. ഇവിടെ സൃഷ്ടി ചെയ്യാൻ തുടങ്ങുമ്പോൾ വേദങ്ങൾ വന്നു, ജ്ഞാനം വന്നു, അത് അജ്ഞതയെ മാറ്റുന്നു, ഇരുട്ടിനെ മാറ്റുന്നു. അറിവിൻ്റെ സ്വരൂപമാണ്. ആ മഹത്വത്വം തന്നിൽ ഒതുങ്ങി നിന്ന വിശ്വത്തെ പ്രകാശിപ്പിച്ചു. അതിൽ നിന്നാണ് പ്രകാശം, ഊർജം എന്ന തരംഗം പുറത്തേക്ക് വരുന്നത്. ആദ്യം പ്രകാശരൂപത്തിൽ, ഇതിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു പ്രകാശരൂപത്തിൽ ജ്ഞാനം പുറത്തേക്ക് വന്നു. അത് തന്നെയാണ് ആദ്യത്തെ ഊർജം, പ്രകാശോർജം, ഒരു പ്രേരക ശക്തി. അതാണ് ലോകത്തെ ഇനി പ്രകാശിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഒരു പ്രകാശമാണ്, ഒരു ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് പുറത്തേക്ക് മഹത്തത്വങ്ങളായിട്ട് പുറത്തേക്ക് വന്നത്. 28 പറയുന്ന അതാകട്ടെ അംശം, ഗുണം, കാലം എന്നിവർക്ക് അധീനമായും ഈശ്വര നിശ്ചയത്തിനനുസരിച്ചും താൻ തന്നെ തൽസ്വരൂപത്തെ രൂപപ്പെടുത്തി. അത് ഏതിൽ നിന്നാണ്? ഏതിൻ്റെ അംശമാണ്? ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഗുണങ്ങളെല്ലാം അതിൽ നിന്നാണ്. കാലത്തിനനുസരിച്ച്, സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൃഷ്ടിക്രമത്തിൽ നടക്കാൻ പോകുന്നത്. എല്ലാം ഈശ്വര നിശ്ചയത്തിനനുസരിച്ച്. ഈശ്വരൻ എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത്? അതാണ് ആ പരമാത്മാവെന്ന പ്ലാനിലുള്ളത്. ഒരു സുന്ദരമായ ലോകം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ, മഹാഭാരത യുദ്ധത്തിന് ശേഷം, 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ. അത് കഴിഞ്ഞാൽ പൊളിച്ചിട്ട് ആദ്യം തുടങ്ങണം. ഇതാണ് ഈശ്വര നിശ്ചയമനുസരിച്ച് താൻ തന്നെ തൽസ്വരൂപത്തെ രൂപപ്പെടുത്തി. അത് ആരാണ് ഈ ചെയ്യുന്നത്? അതിൻ്റെ അകത്തുള്ള ബ്രഹ്മം തന്നെ. അവിടെ ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മം തന്നെ തൽസ്വരൂപത്തെ രൂപപ്പെടുത്തി. എങ്ങനെയെല്ലാം വേണം നന്നായിരുന്നു തന്നെ തീരുമാനിച്ചു. ഇനി 29 അങ്ങനെയുണ്ടായ മഹത്വത്വങ്ങളിൽ, അപ്പം സയൻസ് എല്ലാം പ്രപഞ്ചത്തിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടതായ ശാസ്ത്രതത്വങ്ങൾ ഉണ്ടായതിൻ്റെ ശേഷം,
അതായത് ആധുനിക സയൻസിൽ ഉണ്ടായതിൻ്റെ ശേഷം ആ മഹത്തത്വത്തിൽ നിന്നും അഹം എന്ന തത്വം ഉരുത്തിരിയുന്നു. ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് ഞാൻ എന്ന ഒരു ചിന്തയുണ്ടാകുന്നത്. അവിടെയാണ് മായ ആക്ട് ചെയ്യുന്നത്. ചെയ്യണം ഞാനെന്ന് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആര് ചെയ്യുന്നു? കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കർത്താവ് ഉണ്ടാവുമല്ലോ. ആ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ. ആരാ ചെയ്യുന്നത്? ഞാൻ. അപ്പം തുടങ്ങുന്ന സമയത്താണ് ഞാൻ എന്നത് ഉത്ഭവിക്കുന്നത്. നമ്മൾ ഗാഠനിദ്രയിൽ ഞാനില്ല, കർമ്മവുമില്ല. എഴുന്നേൽക്കുമ്പോഴാണ് ഞാൻ എന്ന ചിന്തയോടുകൂടിയാണ് എഴുന്നേൽക്കുന്നത്. പിന്നെയാണ് പല്ല് തേക്കലും എല്ലാ കർമ്മങ്ങളും വരുന്നത്. അപ്പം ഞാൻ എന്ന ആ ചിന്ത എപ്പോഴാണ് വരുന്നത്? സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് ആ ശക്തിക്ക് ഞാനെന്നൊരു ചിന്തയുണ്ടാകുന്നു. അപ്പം അത് ബ്രഹ്മാവിന് ഞാനെന്ന് തോന്നും. ഈ പ്ലാൻ അനുസരിച്ച് സൃഷ്ടി നടത്തണമെന്ന് തോന്നും എല്ലാം. പിന്നെ അതാണ് അഹം എന്ന തത്വം ഉരുത്തിരിയുന്നു. ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ വിക്ഷേപങ്ങളുടെ അഹം തത്വം കാര്യം, കാരണം, കർത്ത എന്നിവയ്ക്ക് ആധാരമാണ്. അപ്പോൾ ഇതിലൂടെയാണ് അഹം എന്ന ഞാൻ എന്ന തത്വം ഉണ്ടാകുമ്പോഴാണ് ഇന്ദ്രിയങ്ങളെല്ലാം ആക്റ്റീവ് ആകുന്നത്. ഇന്ദ്രിയങ്ങൾ, ഭൂതങ്ങൾ, മനസ്സ് ഇതെല്ലാം അതിൻ്റെ ഒരു ആകത്തുകയാണ് ഞാൻ എന്നൊരു തത്വം. ഞാനുണ്ടാകുമ്പോൾ ഭൂതങ്ങളെ പറ്റിയുള്ള ചിന്ത, ഇന്ദ്രിയങ്ങളെ അതുമായിട്ട് ഇന്ദ്രിയങ്ങൾ ബന്ധപ്പെടുന്നു, മനസ്സെന്നൊരു വികാരം ഉണ്ടാകുന്നു. അപ്പം ഇതെല്ലാം കൂടിച്ചേർന്നതിൽ നിന്നാണ് ഞാൻ എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അതിൻ്റെ എന്തുണ്ട്? ഒരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്, ഒരു കർത്താവുണ്ട്. അപ്പം ഞാൻ എന്ന് വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഞാൻ ഉണ്ടാകുന്നത്? ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി. അപ്പം കർത്താവുണ്ട്, ചെയ്യേണ്ട കാര്യമുണ്ട്, അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ആ പിന്നിലുള്ള പ്ലാന് പ്രേരിപ്പിക്കുകയാണ്. ആ ഇതിനെ കൊണ്ട് സൃഷ്ടി നടത്തുക. പ്ലാൻ എന്നുള്ള ഒരു പ്രേരണ ശക്തിയാണ് ഞാനായിട്ട് വരുന്നത്. അതാണ് സൃഷ്ടിയിലേക്ക് നയിക്കുന്ന ആ ശക്തി. അതിന് കാര്യവും കാരണവും കർത്താവും എല്ലാം അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോഴതിന് എന്ത് സ്വഭാവം ഉണ്ടാകും? മുപ്പതില് ഈ അഹം തത്വത്തിന് സാത്വികം, രാജസം, താമസം എന്നീ 3 അവസ്ഥകളുണ്ട്. അപ്പം ഞാനെന്ന ചിന്ത വരുമ്പോൾ പിന്നെ അതിനൊരു 3 അവസ്ഥ വരികയാണ്. ഇങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ, അല്ലേ പോരാ, എന്തെങ്കിലും ചെയ്യണം, എല്ലേ മതി, ഒന്നും ചെയ്യണ്ട. അപ്പം അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ളൂ. അപ്പം രാവിലെ നമ്മൾ ഞെട്ടി ഉണരുമ്പോഴും നമുക്ക് എന്നേനുള്ളൊരവസ്ഥയുണ്ട്, ഇങ്ങനെ തന്നെ കുറച്ച് കിടക്കാം. അത് സത്വഗുണം. അല്ലല്ലോ, ഓഫീസിലേക്ക് പോകണം, സമയമായി. ഇത് വരുമ്പോൾ നമ്മൾ ഞെട്ടി ഉണരുന്ന ഒരു പ്രേരക ശക്തി. അതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. അതിനാണ് രജോ ഗുണം എന്ന് പറയുന്നത്. ചിലപ്പം പറയും വേണ്ട, ഇത് ആടെ പോകുന്നു, ഇനി ആടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇല്ല, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് തമോ ഗുണം. അപ്പം ഈ ഞാൻ വരുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഈ 3 ഗുണങ്ങളുണ്ട്. നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ തുടരാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലേ എന്തെങ്കിലും ചെയ്ത് കളയാമെന്ന് തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് രജോ ഗുണം. വേണ്ട, ഞാൻ ഇനി ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, അങ്ങനെ പിന്നോട്ടേക്ക് വലിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് തമോ ഗുണം. അപ്പോൾ അതിനെ സാത്വികം, രാജസം, താമസം എന്നീ 3 അവസ്ഥകളുണ്ട്. അപ്പോൾ സത്വഗുണപ്രദമായ അഹം തത്വത്തിൽ നിന്നാണ് മനസ്സുണ്ടായത്. ഈ മനസ്സെല്ലാം ആദ്യമുള്ളതാണ്. അപ്പം അതെല്ലാം സാത്വികത്തിൽ നിന്നാണ്. ആദ്യം സ്റ്റഡിയായി നിൽക്കുന്ന അവസരത്തിലാണ് ആ തത്വത്തിൽ നിന്നാണ് മനസ്സെന്നൊരു പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്. ഇന്ദ്രിയാധിഷ്ഠിതമായ ദേവകളെല്ലാം സാത്വിക അഹങ്കാരത്തിൽ നിന്നും ഉണ്ടായതാണ്. ശബ്ദാദികൾ ഇവയുടെ നിമിത്തമായി ഉണ്ടാകുന്നു.
അപ്പോൾ നമ്മൾ രാവിലെ ഞെട്ടി ഉണരുമ്പോൾ നമ്മളെ മനസ്സിലൂടെ കുറേ കാര്യങ്ങൾ കടന്നു പോകും. ഇന്ന ചെയ്യാനുണ്ട് എന്നുള്ള എല്ലാ ഓർമ്മ ആ സമയത്ത് മുതൽ നമ്മളെ മനസ്സിലൂടെ അങ്ങനെ വരും. ഇന്നെല്ലാ കാര്യങ്ങളും നമ്മളെ മുമ്പിലുണ്ട്. അതെല്ലാം ദേവതകളാണ്. അപ്പോൾ ആ ദേവതകളെല്ലാം ഇൻപുട്ടായിട്ട് വരുന്ന എല്ലാ ദേവതകളും അത് ശബ്ദമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണുള്ളത്. അത് ഒരു തരംഗ രൂപത്തിൽ, അതൊരു പ്രേരക ശക്തിയാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രേരക. അപ്പോൾ ആ സമയത്തുള്ള അവസ്ഥ ഒരു ശബ്ദത്തിൻ്റെ, ഒരു ഊർജത്തിൻ്റെ രൂപമാണ്. അതിൽ മനസ്സിലുള്ള ഓരോ ചിന്തകളാണ്, അതെല്ലാം വൈബ്രേഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ഓർക്കം ഞെട്ടുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം കുറേ ഗുണങ്ങളെല്ലാം കയറി വരും, ചിന്തകൾ കയറി വരും. അപ്പോൾ ആ ചിന്ത വരുന്നത് ഒരു തരംഗ രൂപമാണ്, ഒരു പ്രേരക ശക്തിയാണ്. ആ പ്രേരക ശക്തി തരംഗ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ആദ്യം ഉണ്ടായത് ശബ്ദം. സൃഷ്ടിയുടെ ആദ്യത്തിൽ വചനമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വചനം അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ ഒരു പ്രേരക ശക്തിയാണ്. അതിൽ പ്ലാനുണ്ട്, ഇതിനനുസരിച്ച് ഒരു സൃഷ്ടി നടത്താനെല്ലാം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതിനു വേണ്ട സാധനങ്ങൾ എല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നു. അതെല്ലാം തരംഗ രൂപത്തിലാണ്. അതിനാണ് ശബ്ദത്തിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ്. ഇനി 31. അപ്പോൾ സത്വഗുണം ഒരു പ്ലാനുണ്ട്, പ്ലാനിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉണ്ടായിട്ടുണ്ട്, ഞാനെന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഏത് മനസ്സ്? ആ സൃഷ്ടിയുടെ, നമ്മളെ മനസ്സല്ലേ പറയുന്നത്. ഇത് നമ്മളെ സൃഷ്ടിയല്ല പറയുന്നത്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പം അവിടെ ഒരു പ്രേരക ശക്തി ഉണ്ടായിട്ടുണ്ട്. അതിനെ സൃഷ്ടിക്കേണ്ട കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിൽ വന്നിട്ടുണ്ട്. ഇനി അത് എണീക്കണം. നമ്മളുമായിട്ട് ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ എണീച്ചിട്ട് പിന്നെ ഒരു ജോലിയുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുമ്പോഴുള്ള ശബ്ദം. അപ്പോൾ ആദ്യമുള്ളത് ശബ്ദമാണ്. അപ്പം പ്രേരണ ഉണ്ടാകുമ്പോൾ അപ്പോഴും അത് ശബ്ദരൂപത്തിൽ തന്നെയാണ് പുറത്തേക്ക് വരിക. ജ്ഞാനമയവും കർമ്മവുമയമായ ഇന്ദ്രിയങ്ങൾ രജോ ഗുണപ്രദമായ അഹങ്കാരത്തിൽ നിന്നും ഭൂതസൂക്ഷ്മത്തിൻ്റെ കാരണമായ ശബ്ദത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. പിന്നെയാണ് അടുത്ത സ്റ്റേജ്, ഇനി ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് ഉണർത്തെഴുന്നേൽക്കുക. അത് ഒരു ബലം പ്രയോഗിച്ചിട്ടാണ് കിടന്ന കിടപ്പിൽ നിന്ന് ഇനിയിപ്പോൾ എഴുന്നേൽക്കണം. അതും ഒരു പ്രേരക ശക്തിയായിട്ടാണ് വരുന്നത്. അതും ശബ്ദം തന്നെയാണ്, ഊർജമാണ്. അതുകൊണ്ട് അതും ശബ്ദത്തിൻ്റെ രൂപമാണ്. അപ്പോൾ എഴുന്നേൽക്കണം, സൃഷ്ടി നടത്തണം. ഈ പറയുന്ന പരമാത്മാവ് എന്ന പ്ലാൻ അനുസരിച്ച് ഒരു സൃഷ്ടി നടത്തണം എന്ന ചിന്തയോടുകൂടി ആക്റ്റീവ് ആവുന്നു. അത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഒന്നിന് സ്ഥിരമായി നിൽക്കാനാണ് താല്പര്യം, അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ടിക്ക് ഒരു ബലം പ്രയോഗിക്കണം. ആ ബലമാണ് ഊർജമായിട്ട് ശബ്ദമായിട്ട് പുറത്തേക്ക് വരുന്നത്. അതിലാണ് രജോ ഗുണം എന്ന് പറയുന്നത്. എന്നാൽ തമോ ഗുണമാകട്ടെ ആകാശത്വം എന്ന ഭൂതം തൻ്റെ ശബ്ദഗുണത്താൽ വ്യവഹരിക്കുന്നു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ എന്തുണ്ടാകും? തമോ ഗുണം ഉണ്ടാവും. ന്യൂട്ടൻ്റെ തേർഡിലും ഒന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്ന് തോന്നുമ്പോൾ കൂടെ തന്നെ ഒരു തമോ ഗുണവും വരുന്നുണ്ട്. വേണ്ട, കുറച്ചുകൂടി അങ്ങനെ തന്നെ ഇരിക്കാമെന്ന്. പ്രപഞ്ചം നിർഗുണമായിട്ട് ആ ഒരു പ്ലാനായിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഞാനെന്ന ചിന്തയുണ്ടായിട്ട് സൃഷ്ടിക്കണം എന്ന് തോന്നുമ്പോൾ ഉടനെ ഒരു നെഗറ്റീവ് ഉണ്ട്, വേണ്ട ഇങ്ങനെ തന്നെ പോയാൽ മതി. അപ്പം തമോ ഗുണവും അതും ശബ്ദരൂപം തന്നെയാണ്. അപ്പം ശബ്ദത്തിൽ നിന്നാണ് ആ രണ്ട് ഊർജവും ശബ്ദരൂപമാണ്, തരംഗരൂപമാണ്, പ്രേരക ശക്തിയാണ്. അതിനെ ശബ്ദമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി 32 കാലം, മായ, ചിത്താദാർത്ഥം എന്നിവയുടെ ചേർച്ചയിലോ ചിത്താദാർത്ഥം, ചിത്തമായിട്ട് ബന്ധപ്പെട്ട
ചിന്തയിലൂടെ, മനസ്സിൻ്റെ പ്രവൃത്തിയിലൂടെ, കാലമനുസരിച്ചാണ് എല്ലാ പ്ലാനുകളും തീരുമാനിച്ചിരിക്കുന്നത്. മായയുടെ എല്ലാം ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രേരക ശക്തി, ഇവയുടെ ചേർച്ചയിലൂടെ ഈശ്വരൻ്റെ വീക്ഷണത്തിനനുസരിച്ച് ആ പ്ലാനിൽ പറയുന്നതനുസരിച്ച്, പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നയാണ് ആദ്യം ഉണ്ടാകേണ്ടത്, ഏത് പരമാത്മാവെന്ന പ്ലാൻ. അതാണ് ഈശ്വരൻ്റെ ഇച്ഛ, അതിലാണ് കിടക്കുന്നത്, അത്തരത്തിലാണ്. അത് സമയമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ക്രമത്തിൽ പരിണാമത്തിലൂടെ ഉണ്ടാവുകയാണ്. ആകാശത്തിൻ്റെ പരിണാമമായി ഉണ്ടാകുന്ന, അപ്പോൾ ആദ്യം ആകാശമാണ്, ശൂന്യമായ സ്ഥലം. അവിടെ നിന്ന് സ്പർശം എന്ന ഗുണത്തെ രൂപബന്ധപ്പെടുത്തുന്ന വായുവായി മാറുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് വായുവാണ്. വായു എന്ന് പറയാൻ കാരണം ഈ പുറത്തേക്കൊഴുകുന്ന തരംഗം കൂടിച്ചേർന്നിട്ടാണ് അങ്കീരസ്സുകൾ എന്ന കണങ്ങളായിട്ട് മാറുന്നത്. കണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വായുവിൻ്റെ രൂപത്തിൽ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അത് സ്പർശരൂപമായി. വായുവിനെ നമുക്ക് തൊട്ട് നോക്കാനേ പറ്റും, കാണാൻ പറ്റില്ല, തൊട്ട് നോക്കാനാണ് പറ്റുക, കൈക്കടിക്കുമല്ലോ. അപ്പോൾ സ്പർശം എന്ന ഗുണവും ഉണ്ടായി, വായു എന്നതുണ്ടായി. ആദ്യം കണങ്ങളാണ് ഉണ്ടാകുന്നത്, ആറ്റങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വാതകങ്ങൾ ഉണ്ടാകാം. ആദ്യം ഉണ്ടാകുന്ന പ്രപഞ്ചത്തിൽ കണങ്ങളായി മാറുന്നു. ഈ എനർജി പുറത്തേക്ക് വന്നിട്ട് കണങ്ങളാകുന്നു. കണങ്ങളിൽ നിന്നും ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ വാതകങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിനെ സ്പർശിക്കാനുള്ള ഇതുകൊണ്ട് സ്പർശരൂപമായ വായു, സ്പർശിച്ച് നോക്കി മനസ്സിലാക്കേണ്ട വായു ഉണ്ടാകുന്നു. പഞ്ചഭൂതങ്ങളിൽ സ്പർശിച്ച് നോക്കി മനസ്സിലാക്കേണ്ടത് വെറും സ്പർശനം കൊണ്ട് മാത്രം. നമ്മളെ മേത്ത് സ്പർശിക്കുമ്പോഴേ കാറ്ററിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ സ്പർശനമാണ് ആദ്യം ഉണ്ടായ വികാരം, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലെ സ്പർശനമാണ്. അതിൻ്റെ അതിദേവതയായ വായുവാണ് ആദ്യം ഉണ്ടായത്. അതായത് ഊർജം വായുവായിട്ട് മാറി, കണങ്ങളായിട്ട് മാറി, ആറ്റങ്ങളായിട്ട് മാറി. ആറ്റത്തിൽ ആദ്യം ഉണ്ടാകുമ്പോൾ വായു തന്നെയായിരിക്കും, ഹൈഡ്രജൻ, ഓക്സിജൻ ആയിരിക്കും. അപ്പോൾ എന്തെല്ലാം ഉണ്ടായി? ആകാശത്തു നിന്നാണ് ശബ്ദം വന്ന്, പിന്നെ വായു ഉണ്ടായി, സ്പർശമായി. ഇത് രണ്ടിൻ്റെ കൂടെ പരിണാമം, പിന്നെ പരിണാമം സംഭവിച്ചുകൊണ്ട് കാലമനുസരിച്ച് പിന്നെയും കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അതിൽ പരിണാമം സംഭവിക്കും. അങ്ങനെ 33-ൽ ആകാശവും ആദ്യം ഉണ്ടായത് ശൂന്യമായ ആകാശത്തു നിന്നാണ് ശബ്ദമുണ്ടായത്. ഊർജവും കൂടിയിരിക്കുന്ന വായു ഉണ്ടായി, രൂപാന്തരം പ്രാപിച്ചിട്ട് രൂപം എന്ന ലക്ഷണത്തോടെ ലോകത്തിൻ്റെ പ്രകാശമായ തേജോസ് എന്ന ഭൂതമുണ്ടായി. അഗ്നി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തേജസ് എന്ന് പറയുന്ന പ്രകാശം എന്ന കാര്യം ഉണ്ടായി. അങ്ങനെ വായു ഉണ്ടായതിൻ്റെ ശേഷം ഹൈഡ്രജൻ, ഓക്സിജൻ വായു ഉണ്ടായെങ്കിൽ അത് കത്തിയെങ്കിൽ അതിൽ നിന്ന് എന്ത് വരും? ഊർജം പുറത്തേക്ക് വരും. ആ ഊർജത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനും പറ്റും, പ്രകാശരൂപമാണ്. അപ്പോൾ ആകാശവും വായുവും കൂടിച്ചേർന്നിട്ടാണ് ഊർജം എന്ന പ്രകാശം, അഗ്നി എന്ന രൂപം ഉണ്ടായിരിക്കുന്നത്. അതിന് രൂപാന്തരം പ്രാപിച്ചിട്ട് അപ്പം കാണാനും പറ്റുന്നുണ്ട്, വായു ആയപ്പോൾ തൊടാനും പറ്റിയിട്ടുണ്ട്, ശബ്ദവുമുണ്ട്. ആദ്യം ആകാശത്തിലെ ശബ്ദം തരംഗം മാത്രമായിരുന്നല്ലോ. അപ്പോൾ ആദ്യം തരംഗമാണ്, അപ്പം ശബ്ദം, പിന്നെ സ്പർശിക്കുന്ന വായു കത്തിയിട്ട് ഊർജമാകുമ്പോൾ കാണാനും പറ്റുന്നുണ്ട്, രൂപവുമായി. അപ്പം 3 ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി 34 ഇപ്പം വായുവുമായിട്ട് ചേർന്ന് ഈ അഗ്നിയും ചേർന്നിട്ട് ഈശ്വര വീക്ഷണത്തിനനുസരിച്ച്, അതായത് പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആ സയൻസ് ഈശ്വരൻ തീരുമാനിച്ച പോലെ, ആ പ്ലാൻ അനുസരിച്ച പോലെ. അപ്പം ആദ്യം ഊർജം വന്നു, അത് ശബ്ദരൂപം,
അത് കൂടിച്ചേർന്നിട്ട് കണങ്ങളായിട്ട് ആറ്റങ്ങളായി ഹൈഡ്രജൻ ഓക്സൈഡ് എന്നീ വാതകങ്ങളായപ്പോൾ വായുവായി. അത് സ്പർശരൂപം. വായു കത്തിയിട്ട് വായിൽ ഹൈഡ്രജൻ ഓക്സൈഡും തീ പിടിച്ച് കഴിയുമ്പോൾ അഗ്നി വരും. അപ്പം അഗ്നി ഉണ്ടായി, അത് കാണാനും പറ്റും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായി? കര മാത്രമേ ഇല്ലാതെ, കരവും ജലവും ഇല്ല, വായു, അഗ്നി, ആകാശം, മൂന്നെണ്ണമായി. ഇനി ജലമാണ് വേണ്ടത്. ഹൈഡ്രജൻ ഓക്സിജൻ കത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക? വെള്ളമല്ലേ ഉണ്ടാവുക, ജലമാണ് ഉണ്ടാവുക. ആദ്യമുള്ള വായു എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലായിരിക്കും. അത് കുറച്ച് തീ പിടിക്കുമ്പോൾ ഊർജവും വരും, ജലവും ഉണ്ടാകും. അപ്പം 34 വായുവോട് തേജസ് ചേർന്ന് ഈശ്വര വീക്ഷണത്തിനനുസരിച്ച്, ഇതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. അത് ആ പ്ലാൻ അനുസരിച്ച്, വേദങ്ങളുടെ അനുസരിച്ച്, മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ട് കാലമായ ചിത്തഭാസം എന്നിവയുടെ ചേർച്ചയാൽ ആ പ്രേരക ശക്തി കാലത്തിനനുസരിച്ച് പ്രേരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവയുടെ ചേർച്ചയാൽ രസരൂപമായ ജലമുണ്ടായി. അപ്പോഴാണ് നാവ് കൊണ്ട് രുചിച്ചു നോക്കുന്ന ജലമുണ്ടായത്. അപ്പം ജലവുമായി. അപ്പം ഭൂമി ഉണ്ടായില്ല, ലിക്വിഡ്, ഗ്യാസ്, എനർജി, ആകാശം ഉണ്ടായി. ഇനി 35 ഈ തേജസ്സോട് ചേർന്ന ജലം ഈശ്വര വീക്ഷണത്തിനനുസരിച്ച് എല്ലാം ഈശ്വരൻ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്ലാനിലൂടെ, പരമാത്മാവെന്ന പ്ലാനിൽ ആദ്യം ജലമുണ്ടാകും, ആദ്യം തരംഗമുണ്ടാകണം, തരംഗത്തിൽ നിന്ന് വായു ഉണ്ടാകണം, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാകണം, അഗ്നിയിൽ നിന്ന് ജലമുണ്ടാകണം. ഇനി ജലം ഘനീഭവിച്ചിട്ട് കരമായി മാറണം. അപ്പം കര, ദ്രവ, വാതക, ഊർജം, ആകാശമായി. അപ്പം ഇതെല്ലാം ഈശ്വര വീക്ഷണത്തിനനുസരിച്ച് രൂപാന്തരപ്പെട്ട് കാലവുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് എന്നിവിടെ ചേർത്താൽ ഗന്ധമെന്ന ഗുണത്തിൻ്റെ അവസ്ഥയായ വൃത്തിഭൂതം ഉണ്ടായി. ഭൂമിയെ ഗന്ധവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഭൂമി ഉണ്ടായി. അങ്ങനെ പഞ്ചഭൂതങ്ങളും ഉണ്ടായി. ആദ്യം ഒരു പ്ലാനുണ്ട്, അത് പരമാത്മാവ്. ആ പരമാത്മാവ് എങ്ങനെ തരംഗ രൂപത്തിലെല്ലാം ഒഴുകി കണങ്ങളായിട്ട് ജലമായിട്ട് എങ്ങനെയെല്ലാമാണെന്ന് നമ്മൾ ഇതിനു മുമ്പിലുള്ള വേദത്തിലെ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ നമ്മൾ വിസ്തരിച്ച് പഠനം അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ സൃഷ്ടിക്രമത്തിൽ തന്നെ കാണാം. ഇവിടെയും ഒരു കഥരൂപത്തിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇനി 35 ആകാശാദികളായ ഭൂതങ്ങളുടെ ഇടയിൽ. അപ്പം പഞ്ചഭൂതങ്ങളുണ്ടായി: ഖരവസ്തുക്കൾ, ദ്രവം, വാതകം, ഊർജം, ആകാശം. ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടായി. പഞ്ചഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഇനി പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാകേണ്ടത്. അതിനെപ്പറ്റി ചുരുക്കി പറയുകയാണ്. ആകാശാദികളായ ഈ പഞ്ചഭൂതങ്ങളുടെ ഇടയിൽ അവയുടെ വ്യത്യസ്തമായ ചേർച്ചകളാൽ പിന്നെ ഉണ്ടാവുകയെല്ലാം കണക്കാക്കി ഗുണങ്ങളെ അറിഞ്ഞുകൊള്ളുക. പിന്നെ ഈ ഉണ്ടായിരിക്കുന്നതെല്ലാം പലമായി കൂടിച്ചേർന്നിട്ട് പല ഗുണങ്ങളുള്ള വസ്തുക്കൾ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. കാരണം കല്ലുണ്ടായി എന്ന് വെച്ചോളൂ. കല്ലുണ്ടാകുമ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഇരുമ്പിൻ്റെ പൊടിയുണ്ട്, അലുമിനിയത്തിൻ്റെ പൊടിയുണ്ട്, കാൽഷ്യത്തിൻ്റെ മറ്റേ ഇതെല്ലാം ഉണ്ട്, അലൂമിനിയം ഓക്സൈഡ് ഉണ്ട്. ഇങ്ങനെയെല്ലാം വസ്തുക്കൾ ഉണ്ടായി അതെല്ലാം കൂടിയിട്ട് എന്താവും? മണ്ണായി മാറും, കല്ലായി മാറും. സ്വർണം മാത്രമാണെങ്കിൽ സ്വർണമായി മാറും. പിന്നെ ഈ പ്രപഞ്ചത്തിൽ അതെല്ലാം കൂടി ചേർന്നിട്ട് എല്ലാം കൂടി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ആരും നിങ്ങൾ ആലോചിച്ചോ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഖര, ദ്രവ, വാതക, അഗ്നി രൂപത്തിലുള്ള വസ്തുക്കളെല്ലാം പിന്നെ കൂടി ചേർന്നിട്ട് പല ഗുണങ്ങളുള്ള വസ്തുക്കളുണ്ടായി. അതെല്ലാം പിന്നെ ഗുണങ്ങളെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അത് പിന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ കൂടിച്ചേർന്ന് പലതുമെല്ലാം ഉണ്ടായി. ഇനി 36. അപ്പം 36 ഇങ്ങനെ പ്രപഞ്ചത്തിൽ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ഖര, ദ്രവ, വാതക, ഊർജ രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായി. ഇനി ഭൂമിയിൽ പുരോഗതി നടക്കേണ്ടത് മനുഷ്യരെല്ലാം ജീവനുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ടായാലാണ്.
അപ്പം ഈ ഉണ്ടായ വസ്തുക്കൾക്കൊന്നും ജീവജാലങ്ങളായിട്ട് മാറാനോ അല്ലെങ്കിൽ പുതിയ വസ്തുക്കളായിട്ട് മാറാനോ അല്ലെങ്കിൽ മനുഷ്യനെല്ലാം വന്നിട്ട് വേണം ചെയ്യാൻ. അപ്പം അതിനെപ്പറ്റി ഇവിടെ പറയുന്നത് ഈ ഈശ്വരൻ്റെ അംശം കാലമായ ചിതാദാനം എന്നിവയിലൂടെ ലക്ഷണമായ വികാര വിക്ഷേപ ചേതനകളാൽ അന്യോന്യം ബന്ധപ്പെടാതെ ഇതെല്ലാം അങ്ങനെ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവക്ക് പരസ്പരം കൂടിച്ചേരാനൊന്നും പറ്റുന്നില്ല. ഒറ്റക്കൊറ്റക്കായിട്ട് ഇവയെല്ലാം അങ്ങനെ നിൽക്കുകയാണ്. പൊടിപടലെല്ലായിട്ട് ഭൂമിയിൽ കരരൂപത്തിലുള്ള വസ്തുക്കളിൽ അന്തരീക്ഷത്തിൽ അങ്ങനെ കൂടിക്കിടക്കുകയാണ്. അതിന് വേറൊന്നും ആകാൻ പറ്റുന്നില്ല. വിശ്വസൃഷ്ടി നടത്തേണ്ട സ്വധർമ്മം നിറവേറ്റുവാനാകാതെ അപ്പൊ ഇനി അതെല്ലാം കൂടിയിട്ടാണ് എന്തുണ്ടാകേണ്ടത്? കരരൂപത്തിലുള്ള ദ്രവരൂപത്തിലുള്ള വാഹനരൂപത്തിലുള്ള വസ്തുക്കളിൽ ഇങ്ങനെ പ്രപഞ്ചത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറ്റൊന്നോട് ചേരാതെയല്ല അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അതിനിപ്പോൾ സൃഷ്ടി നടത്താൻ അതിനൊരു പിടിയും കിട്ടുന്നില്ല. അതെന്തുകൊണ്ട് അതെന്ത് ചെയ്തു? കൈ കൂപ്പിക്കൊണ്ട് ഈശ്വരൻ്റെ സ്തുതിച്ചു. അവിടെ എത്തിയതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് സൃഷ്ടി നടത്താൻ പറ്റുന്നില്ല. അതെല്ലാം അങ്ങനെ വേറിട്ട കുറേ കോടികളായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു വഴി മുന്നോട്ട് പോകാൻ കാണുന്നില്ല. ഈ പ്രപഞ്ചമാണല്ലോ. അതുകൊണ്ട് 38-39 തത്വദേവതകൾ ആരെ ആശ്രയിക്കുന്ന യോഗികൾ അത് വേറെ ഉദാഹരണ സഹിതം പറഞ്ഞു തരികയാണ്. യോഗികൾ ആരെ ആശ്രയിച്ചാണോ സംസാര ദുഃഖത്തെ അതിജീവിക്കുന്നത്, അപ്പം ചിലവര് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് പോകുന്നവർ ആ ബ്രഹ്മത്തെ ആശ്രയിച്ചുകൊണ്ട് ഇതെല്ലാം വിട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ലയിക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയം 3 വിധത്തിലുള്ള താപത്തിൽപ്പെട്ട് ജീവാത്മാക്കൾ ആത്മനിഷ്ഠമായ സുഖത്തെ പ്രാപിക്കാതെ ഇരിക്കുന്നുവോ, അങ്ങനെ വേറെ ചിലരാണെങ്കിൽ ഈ പ്രപഞ്ച രഹസ്യങ്ങളൊന്നും അറിയാതെ അങ്ങനെ ഒരു സുഖദുഃഖങ്ങളിലെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ കറങ്ങി നടക്കുന്നയോ ആ അവസ്ഥയിലാണ് ഇവരുണ്ടായിരുന്നത്. ഇവരെന്ത് ചെയ്തു? ആ തൃപ്പാദത്തെ ശരണം പ്രാപിച്ചു. ചിലവർ താല്പര്യമൊന്നും ഇല്ലാതെ ചില പൊടികളോ എന്തൊക്കെ ആയിരിക്കും ഇനി മതിയെന്ന് വെച്ചിരുന്നു. എന്നാൽ വേറെ ചിലതിന് അത് പോരാ. ദുഃഖവും സുഖദുഃഖങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ശരണം പ്രാപിച്ചു. ഇങ്ങനെ പോയാൽ പറ്റൂലല്ലോ, അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അപ്പോൾ അവര് ആ ഈശ്വരനെ ശരണം പ്രാപിച്ചു. ഇത് 40 മന്ത്രഋത്തുക്കളായ മുനിമാര് പണ്ടെന്ത് ചെയ്തിട്ട് ഭഗവാന്റെ മുഖത്തുള്ള ആ പക്ഷി, മുഖത്തു നിന്നാണല്ലോ വേദങ്ങളാ വന്നത്, ആ വേദങ്ങളാകുന്ന പക്ഷികളെ മനസ്സിലാക്കാൻ വേണ്ടി ഏകാഗ്രതയായിട്ട് ചിന്തിച്ചിരിക്കുന്നുവോ. അപ്പം ഋഷികളായവരെന്ത് ചെയ്യും? ഈ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഋഷികൾ ആ ഭഗവാന്റെ മുഖത്തു നിന്ന് വരുന്ന വേദമാകുന്ന പക്ഷികളുടെ രഹസ്യങ്ങളെ തിരക്കി അന്വേഷിച്ചു പോകുന്നു. ഇനി പാപമില്ലാതെ ശുദ്ധമായ ജലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗംഗാദേവി എന്ന് പറയുന്നത് ആ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഒഴുകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? എന്ത് ചെയ്യണമെന്നാൽ ഋഷികൾക്ക് പ്രപഞ്ചക്കാരുടെ രഹസ്യമല്ല അറിയാം. പക്ഷെ നമ്മൾ ഈ ഉണ്ടായ വസ്തുക്കൾക്ക് അങ്ങനെ ഋഷികളുടെ കഴിവൊന്നുമില്ല. അവരന്തം വിട്ടിട്ട് ഇനി എങ്ങനെയാ സൃഷ്ടി നടത്തേണ്ടതെന്ന് അറിയാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഗംഗയെ തന്നെ ശരണം പ്രാപിക്കുന്നു. നദികൾ കുറേയുണ്ട്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഗംഗയാണ്. ആ ഗംഗയെ ശരണം പ്രാപിക്കുന്നത് പോലെ നമ്മൾ വിഷ്ണുവിൻ്റെ പാദങ്ങളെ ശരണം പ്രാപിച്ചു. ഇതിനു വേണ്ടി ഇനി ഇതിൻ്റെ അപ്പുറത്ത് കടക്കാൻ വേണ്ടി. ഇനി 41. അപ്പം ചിലതാകട്ടെ പ്രപഞ്ചത്തിൽ അങ്ങനെ ഉണ്ടായ വസ്തുക്കൾ എന്ത് ചെയ്യാണ്? ഒരു സ്ഥിരമായ അവസ്ഥയിൽ കുറച്ചു കാലം നിൽക്കുകയാണ്.
ശ്രദ്ധയാലും ശ്രവണപൂർവമായ ഭക്തിയാലും സംശുദ്ധമായ ഹൃദയത്തോടെയും ധ്യാനിച്ച് വിഷയവിരക്തി ഉണ്ടായി. വിരക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടി നടത്താനുള്ള താല്പര്യമൊന്നുമില്ല. നേടിയ ബലം ചേർന്ന തത്വാവബോധത്താൽ സ്ഥിരപ്രജ്ഞരായി അങ്ങയുടെ പാദത്തിൽ ശരണം പ്രാപിക്കുന്നു. അപ്പം അങ്ങനെയുണ്ടായ വസ്തുക്കളെല്ലാം തന്നെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ആ നാരായണനിൽ ശരണം പ്രാപിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നത് നാരായണ ശരണം പ്രാപിക്കുകയാണ്. ഈ ഉണ്ടായ വസ്തുക്കൾക്കൊന്നും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, അടുത്ത പ്രക്രിയയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി നാരായണൻ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഋഷികളെല്ലാം അവസാനം വിരക്തി വന്നവർ ബ്രഹ്മാവനെ ശരണം പ്രാപിക്കുന്ന പോലെ മറ്റുള്ളവരുമെല്ലാം ആരെ ശരണം പ്രാപിക്കുകയാണ്? ആ നാരായണനെ, ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. ഇനി 42 ലോകത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങൾക്ക് വേണ്ട അവതാരങ്ങളെ സ്വീകരിച്ച. അപ്പൊ ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം നടത്തുവാൻ വിഷ്ണു അവതരിച്ചിട്ടുണ്ട്. ഇനി വിഷ്ണുവിലൂടെ അവതാരത്തിലൂടെ വേണം ഈ ലോകം, ഈ പഞ്ചഭൂതങ്ങളുണ്ടായ ഈ ലോകം മുന്നോട്ടേക്ക് പോകുവാൻ. അതുകൊണ്ട് ഈ ഉണ്ടായ വസ്തുക്കൾക്കെല്ലാം എങ്ങനെ പോകണമെന്നറിയാതെ ഈ അവതാരങ്ങളെ സ്വീകരിച്ച നിന്തിരുവടിയുടെ പാദപത്മത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. കാരണം ഇനിയെല്ലാം ഈ ഭഗവാൻ തന്നെ ഇറങ്ങിയിട്ട് വേണം, അവതാരങ്ങളായിട്ട് വന്നിട്ട് വേണം ഈ സൃഷ്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ബാക്കിയുള്ളതെല്ലാം ക്രമത്തിൽ നടക്കും. നമുക്കറിയാമല്ലോ, എനർജി ഒഴുകുമ്പോൾ ആ എനർജികൾ കൂടിച്ചേർന്നിട്ട് കണങ്ങളാകും. കണങ്ങൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആറ്റങ്ങളാകും. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ തന്മാത്രകളാകും. തന്മാത്രകൾ കൂടിച്ചേരുമ്പോൾ വായു ഉണ്ടാകും, ജലമുണ്ട്, ജലരൂപത്തിലുള്ളയും കരരൂപത്തിലുള്ള വസ്തുക്കളെല്ലാം ഉണ്ടായി. ഇത് കെമിസ്ട്രിയാണ്. അവക്കൊന്നും അങ്ങനെ തന്നെത്താൻ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവസാനം വസ്തുക്കളായിട്ട് മാറും. അത് ഒറ്റയടിക്ക് നടക്കും. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇനിയുള്ളത് പോകണ്ടെങ്കിൽ ജീവൻ ഉണ്ടാക്കണം. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതിനി വിഷ്ണു തന്നെ വന്ന് ഇടപെടൽ നടത്തണം. അതുകൊണ്ടാണ് വിഷ്ണുവിന് ഇവരെല്ലാം പല രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ശരണം പ്രാപിക്കുന്നത്. വിഷ്ണുവിനെ ശരണം പ്രാപിക്കാൻ നമുക്ക് പറയാലോ, വിശ്വാർത്ഥ കർമ്മം ചെയ്തിട്ട് ശരണം പ്രാപിക്കാം. പക്ഷേ ഇവിടെ ഇവർക്ക് കർമ്മമൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനാണ്? അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ അതിനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്ന ബ്രഹ്മസാക്ഷാത്കാരം, ഇന്ന് മനുഷ്യരെങ്ങനെയാണോ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്, അതുപോലെ ഈ വസ്തുക്കളെല്ലാം പല രൂപത്തിൽ അതിനെ തന്നെ ആശ്രയിച്ചിരുന്നു എന്ന് പറയുകയാണ്. ചിലവരെ സ്തുതിച്ചുകൊണ്ട് അവതാരങ്ങളിലൂടെ എല്ലാം വന്നവനായ നിന്നെ നമ്മൾ ശരണം പ്രാപിക്കുന്നു എന്ന നിലയിൽ പറയുകയാണ്. ഇതിൻ്റെ 43 ഉപകരണങ്ങളുള്ളതും അന്തസാരമില്ലാത്തതും ദേഹത്തിലും ഗേഹത്തിലും എൻ്റേതെന്നും ഞാനെന്നും ഉള്ള ഭാവമുള്ളതും ദുരാഗ്രഹികളുമായ ജനങ്ങളും ദേഹത്തിൽ വസിക്കുന്നവരെങ്കിലും വളരെ അകലെ കിടക്കുന്നു. ആ പാതാരവിധത്തിൽ നമ്മൾ നമസ്കരിക്കുന്നു. അപ്പോൾ ആ ശക്തിയെ ഇവിടെ അവസ്ഥയെ പറയുകയാണ്. ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ ഉപകരണങ്ങൾ, പ്രപഞ്ചം ഉണ്ടാകേണ്ട പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തില്ല? അന്തസാരമില്ലാത്ത. ഇപ്പോൾ അടുത്ത എങ്ങനെ പോകണം എന്നുള്ള പരിപാടിയൊന്നും അറിയില്ല. സാധനങ്ങൾ റെഡിയാണ്, പഞ്ചഭൂതങ്ങളുണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കേണ്ടത്. ദേഹത്തിലും ഗേഹത്തിലും എൻ്റേതെന്നും ഞാനെന്നും ഉള്ള ഭാവമുള്ളതും. അപ്പോൾ എൻ്റേതെന്നും ഞാനെന്നും ബോധമെല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ദുരാഗ്രഹികളായ ജനങ്ങളുടെ ദേഹത്തിൽ വസിക്കുന്നവനെങ്കിലും എല്ലാം ദുരാഗ്രഹികളുമാണ്. ഈ ഉണ്ടായിരിക്കുന്ന വസ്തുക്കൾക്കെല്ലാം ഞാനെന്ന ഭാവം ഉണ്ടാകുമ്പോൾ ദുരാഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന വസ്തുക്കൾക്കെല്ലാം ഞാനെന്ന ഭാവമുണ്ട്, ദുരാഗ്രഹമുണ്ട്. പക്ഷേ ദുരാഗ്രഹം വരുമ്പോൾ എന്ത് പറ്റും? ഈശ്വരൻ ഈ എല്ലാ വസ്തുവിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ ദുരാഗ്രഹിയാണെങ്കിൽ നമ്മൾ
ആ ബ്രഹ്മം തന്നെയാണ്, നമ്മളെ നയിക്കുന്നത് ഉള്ളിലുള്ള ബ്രഹ്മം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പാദം എവിടെയാണ്? വളരെ ദൂരത്താണ്, നമുക്ക് തൊടാൻ പറ്റില്ല. അത് നമ്മിലുണ്ട്, നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ നമുക്കതിനെ തൊടാൻ പറ്റില്ല, കാരണം നമ്മൾ ദുരാഗ്രഹിയാണ്. ദുരാഗ്രഹിയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ പാദത്തിൽ വീണ് നമസ്കരിക്കാൻ എൻ്റെ ഇനി മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറയാം. എന്നിട്ട് പറയാണ്, അസത് വിഷയത്തിൽ പ്രവർത്തനം ചേർത്ത ഇന്ദ്രിയങ്ങളാൽ അകലെയാക്കപ്പെട്ട മനസ്സോടുകൂടിയവരായവർക്ക് നിന്ദരുവടിയുടെ വിലാസത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള വസ്തുക്കൾക്കൊന്നും ഒന്നില്ല, വലിയ ബോധമൊന്നുമില്ല. അപ്പം അവർക്കൊന്നും ഈ ലീലാവിലാസങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. ഈ ഉണ്ടായ വസ്തുക്കളെല്ലാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി, പിന്നെ ഇത് അതെല്ലാം ആകാശം, അതെല്ലാം ജീവനില്ലാത്ത വസ്തുക്കളാണ്. അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും കഴിവൊന്നുമില്ല. അതുകൊണ്ട് അവർക്കെന്ത് ചെയ്യാൻ പറ്റില്ല? ആ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത സൃഷ്ടിക്രമത്തിലേക്ക് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവർക്കൊന്നും ലീലാവിലാസങ്ങളെ മനസ്സിലാക്കാൻ കഴിവ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ ജീവനില്ലാത്ത കുറേ വസ്തുക്കളാണ്. അതെന്ത് ചെയ്യാനാണ്? അതിൽ നിന്ന് ഇനി അടുത്തയിലേക്ക് എത്തണ്ടെങ്കിൽ ഒരു വലിയ പ്രേരക ശക്തി, അതായത് വിഷ്ണു തന്നെ അവതാരങ്ങളായിട്ടെല്ലാം വന്നിട്ട് വേണം ഈ ഉണ്ടായ വസ്തുക്കളെയെല്ലാം, കെമിസ്ട്രിയിലെ ആറ്റങ്ങളും തന്മാത്രകളും എല്ലാം കൂടി ചേർത്ത് കുറേ ജീവനില്ലാത്ത വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിനി അടുത്ത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ വിഷ്ണു ഇടപെട്ടേ പറ്റൂ, ആ ഭഗവാൻ ഇടപെട്ടേ പറ്റൂ. പക്ഷേ പ്ലാനിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവന്മാർക്ക് അറിയില്ലല്ലോ, ഇവർക്ക് ജീവനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള വസ്തുക്കളെ, അപ്പോഴുള്ള വസ്തുക്കളെ രണ്ട് തരത്തിലായിട്ട് പറയുകയാണ്. നിന്തൊരുവരെയുടെ കഥയാവുന്ന സുധ പാനം ചെയ്ത് വർദ്ധിച്ച ഭക്തിയാൽ ശുദ്ധ അന്ധകരണത്തോടെ ഭവിച്ചവർ വൈരാഗ്യത്തിലൂടെ ആത്മജ്ഞാനത്തെ ലഭിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുന്നു. അതായത് ചിലവരെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അവർക്ക് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന കാര്യത്തിലൊന്നും താല്പര്യമില്ല. അതുപോലെയാണ് ഒരു വിഭാഗമുള്ളത് ഇവിടെ ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ. അതായത് കല്ലും മണ്ണുമെല്ലാം ഉണ്ടായിരിക്കുന്ന വസ്തുക്കൾക്ക് അത് ബ്രഹ്മസാക്ഷാത്കാരം ദൃഢമായി നിൽക്കും, അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അതിന് ഇതുമായിട്ട് ഒരു ബന്ധവും പ്രപഞ്ച സൃഷ്ടിയായിട്ട് അവർക്കൊരു താല്പര്യമില്ല. പിന്നെയുള്ള വേറെ ചിലരെ ആത്മലബ്ധിക്ക് ആധാരമായ യോഗത്തിലൂടെ, യോഗാഭ്യാസത്തിലൂടെ ചിലവരെ എന്തിയെ അങ്ങയെ പ്രാപിച്ച്, യോഗാഭ്യാസത്തിലൂടെ ചിലവരെ അങ്ങയെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബ്രഹ്മസാക്ഷാത്കാരം എന്നുണ്ട്. പക്ഷേ അവരെ കൊണ്ട് വലിയ പ്രയോജനവുമില്ല. അവരും ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയി. അവരെല്ലാം വിരക്തരാണ്. വിരക്തർക്കൊന്നും ഇനി സൃഷ്ടി നടത്താൻ പറ്റില്ല. സൃഷ്ടി നടത്തണമെങ്കിൽ ഈ മായയിൽ താല്പര്യമുള്ളവരായിരിക്കണം. അപ്പം ഈ ഉണ്ടായ വസ്തുക്കളെല്ലാം അത്തരത്തിൽപ്പെട്ടതാണ്. പക്ഷേ അതേ സമയത്തിന് ഈ വസ്തുക്കളിൽ നിന്ന് വേണം ഇനി പ്രപഞ്ചം ഉണ്ടാവുവാനും. അതുകൊണ്ട് 47 എന്ന് പറയുന്നു, അതിനാൽ നിരുവടിയെ സംബന്ധിച്ചുള്ള ഞങ്ങൾ സൃഷ്ടിക്കുള്ള അഭിവാഞ്ചയാൽ, അതുകൊണ്ട് ഞങ്ങൾ, അതായത് ഇങ്ങനെയുണ്ടായ വസ്തുക്കളിൽ കുറേ എല്ലാം തന്നെ, അതിൽ ചിലത് ഇതിനകത്ത് പങ്കെടുക്കില്ല. കാരണം നമുക്ക് കെമിസ്ട്രിയിൽ അറിയാമല്ലോ, ഇനേർട്ട് ഗ്യാസസ് ഒന്നും ഇതിൽ പങ്കെടുക്കില്ല. അതിനാൽ അങ്ങനെ ഇനിയുള്ള സൃഷ്ടിയിൽ പങ്കെടുക്കാൻ ഇങ്ങനെ ഉണ്ടായ വസ്തുക്കളിൽ, അതിനാൽ നിന്തിരുവടിയെ സംബന്ധിച്ചുള്ള ഞങ്ങൾ സൃഷ്ടിക്കുള്ള അഭിവാല്യ, സൃഷ്ടി നടത്താനുള്ള താല്പര്യത്തോടെ ത്രിഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുക്രമത്തിൽ ക്രമമായിട്ട് ത്രിഗുണങ്ങളുടെ സൃഷ്ടി, സത്വരജോ തമോ ഗുണത്തിലൂടെയാണ് സൃഷ്ടിയല്ല ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത്. ആ ക്രമത്തിൽ സൃഷ്ടിക്കപ്പെടുവാൻ വിയോജിച്ചിരിക്കുന്നവരായ ഞങ്ങൾ, നമ്മളെല്ലാം ഇപ്പോൾ കൂടിച്ചേരാൻ പറ്റാത്ത തരത്തിൽ അങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. എങ്ങനെ കൂടിച്ചേരണം, എങ്ങനെ എന്തായിട്ട് തീരണം എന്നൊന്നും നമുക്ക് വലിയ പിടിയൊന്നുമില്ല ഈ ഉണ്ടായിരിക്കുന്ന വസ്തുക്കൾക്ക്.
അതങ്ങനെ വിയോജിച്ചിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ ക്രീഡോപകരണമായ ബ്രഹ്മാണ്ടത്തെ രൂപീകരിക്കുന്നതിന് അശക്തരാണ്. അങ്ങെന്താണോ പ്രപഞ്ചമായി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സ്വയം ഞങ്ങൾക്കുണ്ടാക്കുന്നതിൽ ഞങ്ങൾ അശക്തരാണ്. കാരണം നമുക്ക് എങ്ങനെ കൂടിച്ചേരണമെന്നൊന്നും അറിയില്ല. കുറേ വസ്തുക്കൾ ഇവിടെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതെങ്ങനെ കൂടിച്ചേരണമെന്നുള്ള ജ്ഞാനമൊന്നും നമുക്കില്ല. പക്ഷേ നമ്മൾ തന്നെയാണ് ഇനി എന്തായിട്ട് മാറേണ്ടത്? ഈ പ്രപഞ്ചമായ ബ്രഹ്മാണ്ടം ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ എങ്ങനെ പോകണം എന്നുള്ളതിന് നമ്മൾ അശക്തരാണ്. ഇനി 48. അതുകൊണ്ട് 48 പറയുന്നു, എന്ത് ചെയ്യണം? ജന്മരഹിതനായ അങ്ങ്, ബ്രഹ്മം എന്ന് പറയുന്ന ആ ശക്തി ഒരിക്കലും ജനിക്കാത്തതാണ്. അപ്പം ജന്മരഹിതനായ അങ്ങ് ഏതേതു കാലത്ത് ഏതെല്ലാം കാലത്തിൽ എങ്ങനെയെല്ലാമായിട്ട് നമ്മൾ മാറും. ഏതേത് കാലത്ത് ഏതേത് ദേശത്ത് എവിടെയെല്ലാം വെച്ചിട്ട് ഞങ്ങൾ എപ്രകാരം അർപ്പിക്കണം, ഞങ്ങളെ ഏത് ദേശത്ത് ഏത് കാലത്ത് ഞങ്ങൾ എങ്ങനെ അങ്ങേക്ക് അർപ്പിക്കപ്പെടണം. ഇതിനു വേണ്ടി പുതിയ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങയെ എങ്ങനെ അംശിക്കണം, ഏത് അംശത്തിൽ ഏതൊരു റേഷ്യോയിൽ നമ്മൾ കൂടിച്ചേർന്നിട്ട് നമ്മൾ പ്രപഞ്ചമായി മാറണം. ഏതിടത്ത് വെച്ച് നടക്കണം, എപ്രകാരം നടക്കണം. അങ്ങേക്ക് ഞങ്ങൾ മൂലമുള്ള ഭോഗത്തെ അർപ്പിച്ചുകൊണ്ട് അന്നത്തെ അംശിക്കണം. എങ്ങനെ അന്നത്തെ അംശം? അന്നം എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റുകൾ. ഈ അങ്ങേക്കായി ഈ ഭോഗലോകം, ഭൗതിക ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടായ നമ്മൾ ഏത് കാലത്തിൽ ഏത് ദേശത്തിൽ വെച്ച് എങ്ങനെയെല്ലാം ഏത് റേഷ്യോയിൽ കൂടിച്ചേർന്നിട്ട് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കണം. എന്തുണ്ടാകാൻ വേണ്ടി? പ്രപഞ്ചം ഉണ്ടാകാൻ വേണ്ടി അത് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. ഇനി 49 പറഞ്ഞു, നിൻ തിരുവടിയുടെ പിന്തുടർച്ചക്കാരായ ദേവയോഗികളോടുകൂടിയാണ് ഞങ്ങൾ. അപ്പം നിൻ തിരുവടിയുടെ പിന്തുടർച്ചക്കാരാണ്. അതായത് ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്. ദേവതകൾ, അതെല്ലാം ദേവതകളെല്ലാം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ ദേവതകളുണ്ട്, സൃഷ്ടിക്ക് പ്രേരകമായ ശക്തികളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ എന്താ ഉള്ളത്? നിർവികാര രൂപത്തിലാണ്, ഒരു വികാരമില്ലാത്ത രൂപത്തിലാണ് ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നത്. ജന്മരഹിതനായ അങ്ങ് ജനിച്ചവനൊന്നുമല്ല. ത്രിഗുണത്താലും കർമ്മങ്ങളുടെ കാരണരൂപത്താലും മായകളുടെ മഹത്തത്വത്തെ ആദാനം ചെയ്തു. അന്ന് പുതിയ ശാസ്ത്രകാര്യത്തിൻ്റെ ത്രിഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മഹാതത്വങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങ് ആ തത്വങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അമ്പയിലെന്ന് പറയുന്നു, ആകയാൽ അതുകൊണ്ട് സൃഷ്ടിയിൽ മുഖ്യ പങ്കാളികളായ ഞങ്ങൾ, ഇനിയുള്ള സൃഷ്ടിയിൽ മുഖ്യ പങ്കാളികളാണ് ഈ പഞ്ചഭൂതങ്ങളാണ്. ആ പങ്കാളികളായ ഞങ്ങൾ ഏത് കൃത്യത്തിന് വേണ്ടി വന്നു? ഇതിനു വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു സുന്ദരമായ ലോകം ഉണ്ടാകണം. അപ്പോൾ ദൈവം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മഹാഭാരത യുദ്ധത്തിന് ശേഷമാണ് ഒരു സുന്ദരമായ ലോകം വസുദേവ കുടുംബം. ആ ഞങ്ങൾ നിൻ തിരുവടിക്കായി ഇനി എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇനി പറയുക, നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? അതിനായുള്ള ജ്ഞാനവും ക്രിയാശക്തിയും. അപ്പം അതിലേക്ക് എത്തേണ്ടിക്ക് നമുക്കെന്ത് വേണം? അതിനുള്ള ബുദ്ധി തരണം, അതിനുള്ള ശക്തിയും ക്രിയാശക്തിയും നമുക്ക് തരണം. അതിനുള്ള ജ്ഞാനവും ക്രിയാശക്തിയോടും കൂടി നമുക്ക് അറിയേണ്ടതെല്ലാം അറിയിച്ചു തന്നാലും ശക്തിയോടുകൂടി നമുക്ക് നൽകണം. ജ്ഞാനവും നൽകണം, അതിനുള്ള ശക്തിയും നമുക്ക് നൽകണം. എന്തിനു വേണ്ടി?
ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോയിട്ട് ഒരു വലിയ പ്രപഞ്ചമായി മാറേണ്ടത്. ചുരുക്കത്തിൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്ന വരെയുള്ള കാര്യമാണ് ഇതുവരെ പറഞ്ഞു വെച്ചത്. ഇനി പഞ്ചഭൂതങ്ങൾക്ക് ജീവനൊന്നുമില്ല. ജീവനില്ലാതെ ഈ വസ്തുക്കളിൽ നിന്ന് വേണം ഇനി ജീവനുള്ള സൃഷ്ടിയെല്ലാം ഉണ്ടാക്കിയിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് മുന്നോട്ടേക്ക്. പക്ഷേ ഇതെല്ലാം ഉണ്ടാകുന്ന ഏതിൽ നിന്നാണ്? ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ്. പക്ഷേ പഞ്ചഭൂതങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ അറിയില്ല. അത് ഇനി വിഷ്ണു തന്നെ വന്നിട്ട്, ആ ഭഗവാൻ തന്നെ വന്നിട്ട് പറഞ്ഞു കൊടുക്കണം. അതിനി അടുത്തേക്ക്